السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله مولانا العظيم. كم أبرأت واصيبا باللمس راحته وأطلقت آريبا من ربقات اللامام. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وأحيت سنة شهباء دعوته حتى حكت غرة في الأعصور دومي. مولاي دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിൻ്റെ പരീക്ഷണം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ പല രൂപത്തിലും
അവന്റെ പരീക്ഷണം വന്നേക്കാം. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും, പേടി തന്നിട്ട് പരീക്ഷിക്കും, സാമ്പത്തികമായ പ്രയാസങ്ങൾ തന്നിട്ട് പരീക്ഷിക്കും, ശാരീരികമായ നഷ്ടങ്ങൾ വരുത്തിയിട്ട് പരീക്ഷിക്കും. ഏത് പരീക്ഷണം വന്നാലും വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്, സന്തോഷവാർത്ത അറിയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും വരുമ്പോൾ നാം അവലംബിക്കേണ്ടതും അത് തന്നെയാണ്. ഉദാഹരണത്തിന്, നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് രോഗം ബാധിക്കുക എന്നത്. രോഗം ബാധിച്ചാൽ നമ്മുടെ സാധാരണ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും കൃത്യമായി നിർവഹിക്കാൻ സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് രോഗത്തെ എല്ലാവരും പേടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമുക്കെല്ലാവർക്കും കാവൽ നൽകട്ടെ. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് രോഗം. ഒരടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകിയാൽ എന്തു വേണം? ആ രോഗത്തിൽ ക്ഷമിക്കണം, സബ്ർ പാലിക്കണം. പിന്നെയോ ആ രോഗത്തെ ചികിത്സിക്കണം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്, തദാവൂ, നിങ്ങൾ ചികിത്സ നടത്തുക. നിങ്ങൾ ഏത് രോഗം വന്നാലും ചികിത്സ തേടണം. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മെ ബോധ്യപ്പെടുത്തി, ഒരു മുഅ്മിനായ അടിമക്ക് രോഗം വന്നാൽ ആ രോഗത്തിൽ അവൻ ക്ഷമിക്കണം. നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ചൊല്ലുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയുന്നവൻ ഒരാളും ഇല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്നവനുമില്ല. അല്ലാഹുവേ, നീ വിധിച്ചതിനെ തടുത്തു നിർത്താൻ കഴിയുന്ന വേറെ ഒരാളുമില്ല. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت. നീ വിധിച്ചതിനെ തടയുന്നവനില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു ഉപകാരവും ഒരാളും പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാം അല്ലാഹുവിന്റെ അധീനതയിലാണ് എന്ന ആശയം വരുന്ന ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ചൊല്ലുന്നുണ്ട്.
അത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ചൊല്ലണം. അപ്പോൾ നമുക്ക് രോഗം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അല്ലാഹു തആലയാണ് നൽകുന്നത് എന്ന ബോധ്യം ഒരു മുഅ്മിനിന് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ ഒരു മുഅ്മിനായ അടിമക്ക് രോഗം വന്നാൽ അവൻ അതിൽ ആ ഖളാഇൽ വിശ്വസിച്ച് അല്ലാഹുവിൽ വിശ്വാസമുള്ള മുഅ്മിൻ ക്ഷമ പാലിക്കുക. അവിടുന്ന് പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മരിദൽ അബ്ദു ബഅസല്ലാഹു ഇലൈഹി മലക്കൈനി. ഒരു മുഅ്മിനായ അടിമക്ക് രോഗം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 മലക്കുകളെ അവന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ഫഖാല, എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറയും, ഉൻളുറു മാദാ യഖൂലു അബ്ദി ലിഉവാദിഹി. നിങ്ങൾ നോക്കണം, എന്റെ അടിമ അവനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളോട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ടോ ആ അടിമയുടെ അടുത്ത് ആളുകൾ വരുമ്പോൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ആ മലക്കുകൾ അതാ അവിടേക്ക് പോകുന്നു, ഒരു രോഗിയുടെ അടുത്തേക്ക് പോകുന്നു. സുബ്ഹാനല്ലാഹ്, അവരവിടെ എത്തിയപ്പോൾ കാണുന്നത് എന്താണ്? ആ രോഗി ഹമിദല്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ആളുകൾ വരുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ആ രോഗി പറയുന്നു അൽഹംദുലില്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വഹുവ അഅലം, അല്ലാഹുവിന് എല്ലാം അറിയാം. അല്ലാഹുവല്ലേ രോഗം നൽകിയവൻ, അവൻ അറിയാം ഒരു അടിമയുടെ നിലപാട് എന്താണ്. ഞാൻ രോഗം കൊടുത്തപ്പോ എന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് അല്ലാഹ്ക്കറിയാം. പക്ഷെ അല്ലാഹു തആല മലക്കുകൾ മുഖേന അവന്റെ വിവരങ്ങൾ എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ അയക്കുന്നു. ആ മലക്കുകൾ ഇത് മനസ്സിലാക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു ഖൂലാ സുബ്ഹാനല്ലാഹ്. ആ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് റഫഅ ദാലിക ഇലല്ലാഹി അസ്സ വജൽ, ഈ അടിമയുടെ വിവരം അല്ലാഹുവിലേക്ക് ഉയർത്തി. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിവരങ്ങൾ പറഞ്ഞു. വഹുവ അഅലം, അല്ലാഹ് എല്ലാം അറിയുന്നവനാണ്. പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനവും നടപടിയും ഒക്കെ അങ്ങനെയാണല്ലോ. മലക്കുകൾ പറയുന്നു, റബ്ബേ, ഞങ്ങൾ നിന്റെ ഒരു മുഅ്മിനായ അടിമയുടെ അടുത്ത് പോയി, അവനെ രോഗം സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവൻ രോഗബാധിതനായി കിടക്കുമ്പോ സന്ദർശനത്തിന് വരുന്ന ആളുകളോട് പറയുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. എനിക്ക് രോഗം നൽകിയവൻ അല്ലാഹുവാണ്, എനിക്ക് പ്രയാസം നൽകിയവൻ അല്ലാഹുവാണ്. ഓ മുഅ്മിനേ, നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും അതാണ് വേണ്ടത്. അല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ്. പ്രയാസം വരുമ്പോൾ മാത്രമല്ല, സന്തോഷമുണ്ടാകുമ്പോഴും ഏത് ഘട്ടത്തിലും അൽഹംദുലില്ലാഹ് നമുക്കത് പറയാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 മലക്കുകളോടും പറയുകയാണ്, ഖൂലാ ലി അബ്ദി, എൻ്റെ അടിമയോട് നിങ്ങൾ പറയണം, ഇൻ അന തവഫൈതുഹു, അതെ ഞാൻ അവനെ മരിപ്പിക്കുകയാണെങ്കിൽ, അവന്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ, ആ രോഗാവസ്ഥയിൽ അവന്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ഉദ്ഖിലുൽ ജന്ന, ഞാൻ അവനെ സ്വർഗ്ഗത്തിൽ കടത്തും.
ആ രോഗത്തിൽ അങ്ങ് മരിച്ചു പോകുന്നു. ഏത് രോഗിയാണ്? അൽഹംദുലില്ലാ എന്നാണ് ആ രോഗി പറയുന്നത്. രോഗം നൽകിയവൻ അല്ലാഹുവാണെന്ന ബോധ്യത്തിൽ ക്ഷമ പാലിക്കുന്നവനാണ്. അവനെ ഞാൻ സ്വർഗത്തിൽ കടത്തും. വഇൻ ശഫൈതുഹു, ഞാൻ അവന്റെ രോഗം മാറ്റി അവന് ശമനം നൽകുകയാണെങ്കിലോ, ബദ്ദൽതു ലഹു ലഹ്മൻ ഖൈറൻ മിൻ ലഹ്മിഹി വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ ശരീരത്തിൽ നേരത്തെ ഉള്ള മാംസത്തെക്കാൾ നല്ല മാംസം അവന് ഞാൻ പകരം കൊടുക്കും. വദമൻ ഖൈറൻ മിൻ ദമിഹി, അവന്റെ ശരീരത്തിൽ നേരത്തെ ഉള്ള രക്തത്തെക്കാൾ നല്ല രക്തം ഞാൻ അവന് കൊടുക്കും. വഉകഫിറു അൻ സയ്യിആതിഹി, അവന്റെ എല്ലാ തെറ്റുകളും ഞാൻ അവന് പുറത്തു കൊടുക്കും. അപ്പോൾ നമുക്ക് രോഗം വന്നാൽ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. ഏത് രോഗിക്ക്? അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന രോഗി. ആ രോഗത്തിൽ ഇങ്ങനെ പഴിചാരാതെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ ഇവിടെ കടന്നുപോയല്ലോ, ഞാനിതാ എവിടെയും പോകാതെ ഇവിടെ കെട്ടിയിട്ടതുപോലെ ആയിപ്പോയി, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്, എനിക്കിങ്ങനെ വരണ്ടല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ഒരു വിഷമാവസ്ഥ പ്രകടിപ്പിക്കുന്ന രോഗിയല്ല. പിന്നെയോ രോഗം വന്നപ്പോൾ അവന്റെ നിലപാട് അൽഹംദുലില്ലാ, എനിക്ക് രോഗം അല്ലാഹു തന്നതാണ്, ഈ പരീക്ഷണം അല്ലാഹു തന്നതാണ് എന്ന് ക്ഷമയോടെ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. അതേസമയം രോഗിയുടെ മഹത്വം ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ, എന്നാ പിന്നെ രോഗം വന്നോട്ടെ, കുറെ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിക്കണ്ട. കാരണം അല്ലാഹുവിന് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം അല്ലാഹുവിനെ നല്ല ആരോഗ്യത്തോടെ ആരാധിക്കുന്ന അടിമയെ ആണ്. നല്ല സിഹത്തോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അടിമയെ ആണ് അല്ലാഹുവിന് ഇഷ്ടം. നിസ്കാരം നിർവഹിക്കുമ്പോൾ കസേര എടുത്തു വെച്ച് നേരെ സുജൂദിലേക്ക് പോയി നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുന്നതാണോ അല്ലാഹുവിന് ഇഷ്ടം? അല്ല കസേലയിലിരുന്ന് ഇങ്ങനെ വായുവിൽ സുജൂദ് ചെയ്യുന്നതാണോ അല്ലാഹുവിന് ഇഷ്ടം? അല്ലാഹുവിന് കൂടുതൽ ഇഷ്ടം നിലത്ത് തല വെച്ച് അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിക്കുന്ന അടിമയെ ആണല്ലോ. അതേസമയത്ത് ഞാൻ പറയുമ്പോ മുട്ടുവേദനയുള്ള ആൾക്കാർ വിഷമിച്ച് ഓടണ്ട. കാരണം അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്, അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ മെനഞ്ഞാന്ന് ഇവിടെ മഗ്‌രിബിന് പള്ളിയിൽ ഞാൻ നോക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞൻ ആ വലിയ കസേര വലിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇടുന്നു. എന്നിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഓൻ സുന്നത്ത് നിസ്കരിക്കും. ഞാൻ ചോദിച്ചത് എന്താ? അല്ലാതെ ഞാൻ കുറെ കളിച്ചിട്ട് എനിക്ക് കാലുവേദനയാണ്. ഓന്റെ വിചാരം ചെറിയ കാലുവേദന ഉള്ളതുകൊണ്ടായിരിക്കും ഇവരെല്ലാം ഇങ്ങനെ കസേര വെച്ച് നിസ്കരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളെ പള്ളി മഗ്‌രിബിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബേക്ക് കൊണ്ടാക്കുക കസേര. അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ചെറിയ അങ്ങനെ ഓടിക്കളിച്ചപ്പോ ചെറിയൊരു കാലുവേദന. അപ്പൊ എന്ത് ചെയ്യാ? കസേരയിലിരുന്നിട്ട് നിസ്കരിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കഴിവിന്റെ പരമാവധി ഇബാദത്തുകൾ ആരോഗ്യത്തോടെ നിർവഹിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാളത്തെ തങ്ങളവറുകൾ, അല്ലാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മഹാനവറുകൾ വഫാത്തിന്റെ അടുത്ത് വരെ ഏകദേശം 90 വയസ്സ് കഴിഞ്ഞ് 95ന്റെ ആ അടുത്തെത്തുന്ന സമയത്താണല്ലോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ വഫാത്തിനോട് അടുക്കുന്ന സമയം വരെ എഴുന്നേറ്റു നിന്നുകൊണ്ട് തന്നെ 11 റക്അത്ത് വിത്ർ നിസ്കരിച്ച മഹാനാണ് താജുൽ ഉലമാ.
ഇന്ന് കുറെ ആളുകളുണ്ട്, അവര് സുബ്ഹാനല്ലാഹ് നല്ല വാഹനത്തിൽ ഇങ്ങ് വരും, എന്നിട്ട് ഉഷാറായിട്ട് നടന്നു വരും, നടന്നു വന്നിട്ടോ പള്ളിയിൽ കയറും, എന്നിട്ടതാ കസേര എടുത്ത് വെച്ചിട്ട് നിസ്കരിക്കുന്നു. നിങ്ങളെ കൊണ്ടല്ല, നിങ്ങൾ വരുമ്പം തന്നെ അത് പറഞ്ഞത് നിങ്ങളെ കൊണ്ടാന്ന് വിചാരിക്കണ്ട. കസേര എടുത്തു വെച്ചിട്ട് നിസ്കരിക്കുന്നു. അതുപോലെ നടന്നിട്ടാ നടന്നിട്ട് വന്നോൻ എന്തിനാണ് കസേര നിസ്കരിക്കുന്നത്? അപ്പൊ അത് എനിക്ക് സുജൂദിൽ പോകുമ്പോ മുട്ടിങ്ങനെ മടക്കിയിട്ട് പോകാനാവൂല, എന്നിട്ടിരിക്കാനാവൂല എന്നാണ് കാരണം. എന്നാൽ ഈ കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കണ്ടല്ലോ, ഖിയാമിൽ നിന്നൂടെ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരാൾ ഉഷാറായി നടന്നു വന്നിട്ട് ഒറ്റ കൈ കൊണ്ട് കസേര എടുത്തിട്ട് അയാൾ നടന്നു വന്ന് മുന്നോട്ട്, എന്നിട്ട് അതിങ്ങനെ സഫിലാടിട്ട് ഒറ്റ ഇരുത്തോ, എന്നിട്ട് നിസ്കാരം. അപ്പൊ അയാൾക്ക് ഉദ്ർ ഉണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ വിട്ടുവീഴ്ചയുണ്ട്, സുജൂദിലേക്ക് മുട്ടുമടക്കിയിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കസേര എടുക്കുന്നത് എങ്കിൽ അയാൾക്ക് നിന്നൂടെ? നിന്നിട്ട് ഖിയാമിലും റുക്കൂഇലും ഇഴ്തിദാലിലും ഒക്കെ നിന്നിട്ട് പിന്നെ സുജൂദിലേക്ക് പോകാനല്ലേ പ്രയാസം? ആ സമയത്ത് ഇരുന്നാൽ പോരെ? അപ്പൊ അത് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഉറുദിയെല്ലാം പറയുന്നത്, ബയലെല്ലാം പറയുന്നത്, എന്തിനാ ക്ലാസ് എല്ലാം വെക്കുന്നതെന്ന് ചോദിക്കും. ഇങ്ങനത്തെ ഓരോന്ന് പറയേണ്ടിയിട്ടാണ്. അതും മനസ്സിലാക്കാണ്ട് അതിനെ എതിർത്ത് നടക്കും. എന്നിട്ടോ കസേര പോയി ഇരുന്നിട്ട് നിസ്കരിക്കുകയും ചെയ്യും. പള്ളിയിൽ നിന്ന് ഒരു മൗലിയാർ ഉറുദി പറയുമ്പോൾ അത് കേൾക്കണം. പല ഉസ്താദുമാരും ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും കേൾക്കാതെ ഒറ്റ കയ്യിൽ കസേര എടുത്ത് വന്നിട്ട് അവിടെ ഇട്ട് ഒരൊറ്റ നിസ്കാരം. കഴിവുള്ളവൻ നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം, അതിന് സാധിക്കാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ശരിക്ക് ഇരുന്ന് നിസ്കരിക്കണം എന്ന് കിതാബ് പറഞ്ഞത് എങ്ങനെയാണ്? ഈ കസേര കളിയല്ല. കിതാബ് പറഞ്ഞത് നിൽക്കാന് ക്ഷീണം കൊണ്ട് നിൽക്കാൻ കഴിയാത്തവന് നിലത്ത് ഇരിക്കുക. കാരണം സുജൂദാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സുജൂദ് നെറ്റിത്തടം ഭൂമിയിൽ വെക്കാതെ പിന്നെ എന്ത് ഇബാദത്താണ്? അതിന് തൗഫീഖ് ഇല്ലാതെ പിന്നെ എന്ത് ഇബാദത്താണ്? അല്ലാഹു മരണം വരെ നമുക്ക് നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇത് പറയുമ്പോ തീരെ കാലുവേദനയും മുട്ടുവേദനയൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് വിഷമിച്ചു പോകണ്ട, അവര് ബുദ്ധിമുട്ടായി പോകണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് നമുക്കാവുന്നതുപോലെ നിർവഹിക്കാനാണ്. അതുകൊണ്ട് സുജൂദിലേക്ക് മുട്ട് മടക്കിയിട്ട് പോകാൻ പറ്റാത്ത ആളുകൾ അവർക്ക് കസേര വെക്കാം, അതിന് കുഴപ്പം ഇല്ല. കാരണം പിന്നെ സുജൂദിലേക്ക് പോയാൽ പിന്നെ ഇങ്ങ് എഴുന്നേറ്റ് വരാൻ കഴിയാതായി അവിടെ ആയിപ്പോകും. അതുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപത്തിലാകരുതല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അഫ്വുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് കൃത്യമായി നോക്കണം. നമുക്കതിന് കഴിയോ ഇല്ലേ എന്ന് നോക്കണം. ഇപ്പൊ രോഗം വന്നാൽ നിസ്കാരത്തിന് പല അഫ്വുകളും ഉണ്ട്. അപ്പോ ഒരു ചോദ്യം, കിടപ്പിലായി പോയ ഒരു രോഗി, ആ രോഗി നിസ്കരിക്കണോ വേണം? എങ്ങനെ നിസ്കരിക്കും? അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂല. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവന് ഇരിക്കാൻ കഴിയുമോ നോക്കണം. ഇരിക്കാനും കഴിയില്ല, ഇരുന്നാൽ ഇങ്ങനെ കുഴഞ്ഞു പോകും. എന്നാൽ കടന്നിട്ട് നിസ്കരിക്കണം. കിബിലയിലേക്ക് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ചരിക്കാനൊന്നും പറ്റൂല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണുള്ളത്. ആ കട്ടിലിന്റെ മുകളിൽ നീങ്ങാൻ പറ്റൂല. എന്നാൽ എങ്ങനെയാണോ കിടന്നത് അക്കടത്തത്തിൽ നിസ്കരിക്കണം. മലർന്നു കിടന്നിട്ടാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. ഐസിയുവിലാണ് ഉള്ളത്, ഐസിയുവിൽ ഒരേ കിടത്താണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാലോ ഇവന് ബോധമുണ്ടോ? ബോധം ഉണ്ടോ? മറ്റൊരാൾ അവന് പറഞ്ഞുകൊടു സമയമായി എന്ന് പറഞ്ഞു കൊടുത്താൽ അവന് മനസ്സിലാകുന്ന ബോധം അവനുണ്ടോ? അവൻ നിസ്കരിച്ചിരിക്കണം. അവൻ നിസ്കരിച്ചിരിക്കണം. ആ രോഗി
അപ്പൊ എങ്ങനെയാണ് ഐസിന്റെ ഉള്ളിൽ നിസ്കരിക്കുക? ഉളു എടുക്കാൻ പോണ്ടേ? ഉളു എടുക്കാൻ പോകാൻ പറ്റുമെങ്കിൽ പോകണം. പറ്റൂലേ? എന്നാ പോകണ്ട. തയമ്മും ചെയ്യണം. തയമ്മും ചെയ്യാൻ മണ്ണ് വേണ്ടേ? മണ്ണ് എടുക്കാൻ വേണ്ടി പോകാൻ പറ്റൂലെങ്കിൽ പോകണ്ട. അപ്പൊ നിസ്കാരം നിർവഹിച്ചിരിക്കണം. ഒരാൾക്ക് വെള്ളം കിട്ടിയില്ല, മണ്ണും കിട്ടിയില്ല, അയാൾ ഇങ്ങനെ ആ ഐസിയിൽ കുറെ മെഷീനൊക്കെ വെച്ച് ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത ആളെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അയാൾക്ക് നല്ല ബോധമുണ്ട്. ഒരാൾ പോയിട്ട് പറഞ്ഞു കൊടുത്ത്, ഒരാൾ വന്ന് ഇതാ ഇപ്പൊ ളുഹറിന്റെ സമയമാണെന്ന് പറഞ്ഞ അയാൾക്ക് തിരിയുമെങ്കിൽ അയാൾ എന്ത് വേണം? ആ കടന്ന കിടത്തത്തിൽ കണ്ണുകൊണ്ട് ഇശാറത്താക്കിയെങ്കിലും ആ സമയത്ത് നിസ്കരിക്കണം. എന്നിട്ടോ രോഗം മാറി വീട്ടിൽ വന്നാൽ അത് മടക്കി നിസ്കരിക്കണം. ഖളാ വീട്ടലല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ അങ്ങനെ ആണ്, ഫിഖ്ഹിൽ അങ്ങനെയാണ് നിയമം. അത് മടക്കി നിസ്കരിക്കണം. സമയത്തെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് നിസ്കരിച്ചത്. അപ്പൊ ആ നിസ്കാരത്തെ നമ്മൾ മടക്കി നിസ്കരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഖളാ ആക്കിയ കുറ്റമുണ്ടാകും. ഖളാ വീട്ടും വേണം, ഖളാ ആക്കിയ കുറ്റവും ഉണ്ടാകും. ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഖളാ ആക്കിയ കുറ്റം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോ യാത്രക്കാരന് ഒരുപാട് ഇളവുകൾ ഉണ്ട്. നിസ്കാരം ജംആക്കാം, ളുഹറും അസറും, അതുപോലെ മഗ്രിബും ഇശാഉം ജംആക്കി നിസ്കരിക്കാം. അങ്ങനെ പല ഇളവുകളും യാത്രക്കാരനുണ്ട്. അതേസമയം സുബഹി അത് എങ്ങോട്ടും ആക്കാൻ പറ്റൂല. സുബഹി ഇശാഇന്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ളുഹറിന്റെ കൂടെയോ ഒന്നും ജമാക്കാൻ പറ്റൂല. നമ്മള് പ്ലെയിനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാഹനത്തിലോ ആണ്. അപ്പോ നിർത്താൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ അവിടെ നിർത്തണം. ഞാന് SYSന്റെ സമ്മേളനത്തിന് കൊല്ലത്ത് പോവാണ്. അപ്പോ തലശ്ശേരിയിൽ നിന്ന് ബസ് കയറി രാത്രി 7 മണി. പക്ഷേ ബസ് പല സ്ഥലത്തും ബ്ലോക്കായി. മഗ്രിബ് ഇശാഉം ജമാഅത്ത് നിസ്കരിച്ചിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് കയറിയത്. കഴിഞ്ഞ 1.5 മാസം മുമ്പ്. അപ്പോ പല സ്ഥലത്തും ബ്ലോക്കായി. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 4:30 മണിക്ക് കൊല്ലത്ത് എത്തുന്നതാണ്. ഇപ്പൊ സുഖമായിട്ട് അവിടെ ഇറങ്ങി ഏതെങ്കിലും പള്ളിയിൽ പോയി സുബഹി നിസ്കരിക്കാന്നാണ് ഉദ്ദേശം. പക്ഷേ പിന്നീട് കുറെ അങ്ങോട്ട് എത്തി, പെട്ടെന്ന് ഉറക്കം കഴിഞ്ഞിട്ട് ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ബസ് പല സ്ഥലത്തും ബ്ലോക്കായിട്ട് 7:30 മണിക്ക് ഇനി കൊല്ലത്തെത്തുന്നാണ് അതിൽ കാണിക്കുന്നത്. റൂട്ട് മാപ്പിൽ കാണിക്കുന്ന 7:30 മണിക്ക് ഇനി കൊല്ലത്തെത്തും. അപ്പൊ സുബഹി എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കുറച്ച് പൈസ നഷ്ടപ്പെട്ടാലും സുബഹിന്റെ സമയം എവിടെയാണോ അവിടെ ഇറങ്ങണം. അങ്ങനെ ആലപ്പുഴയിൽ ഇറങ്ങി 4:45 ആലപ്പുഴയിൽ ഇറങ്ങി. ഈ അമീന്റെ ഉപ്പാനെ വിളിച്ച് ഓറ് സൈക്കിളും കൊണ്ടുവന്നിട്ട് ഓറെ വരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് നല്ല കുളിച്ച് വൃത്തിയായി സുബഹി നിസ്കരിച്ചു. അപ്പോ ഈ പിന്നെ ആലപ്പുഴന്ന് അങ്ങ് കൊല്ലത്തേക്ക് പിന്നെ ഒരു പൈസ 2 മണിക്കൂർ ഓടണം. അപ്പൊ പൈസ നഷ്ടമായി. എന്നാലും സുബഹി ഖളാ ആക്കാൻ പറ്റൂല. പൈസ നഷ്ടമായില്ല. ഓറ് കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് ഒരു വണ്ടി ആക്കി തന്നു. അപ്പോ നമ്മൾ ഓരോ സമയത്തും ചിന്തിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ നിർവഹിക്കേണ്ടത്, നമുക്ക് അഫു ഉണ്ടോ ഇല്ലേ, എന്തെങ്കിലും അങ്ങ് ചെയ്തുകൂടലല്ല. നമ്മളിപ്പോ യാത്ര പലപ്പോഴും പോകേണ്ടി വരും. ഇപ്പോ ചികിത്സക്ക് വേണ്ടി തിരുവനന്തപുരത്ത് പോകേണ്ടി വരും, മംഗലാപുരത്ത് പോകേണ്ടി. ആ സമയത്ത് നിസ്കാരം അത് പിന്നെ അങ്ങ് ഖളാ വീട്ടാന്നല്ല, കുറ്റമാണ്. ഖളാ ആക്കിയാൽ കടുത്ത കുറ്റമാണ്. ഖളാ വീട്ടുകയും വേണം, കുറ്റം വേറെയും വേണം. എന്നാൽ അതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്, അഫു ഉണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. ആ വിട്ടുവീഴ്ച എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. ട്രെയിനിലാണ് ബാംഗ്ലൂർ ഒരു ചികിത്സക്ക് വേണ്ടി പോവാണ്. വൈകുന്നേരം കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറി. അപ്പൊ എന്ത് ചെയ്യും? ട്രെയിൻ ആവുമ്പോ ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാൻ വുളു എടുക്കാൻ സൗകര്യം ഉണ്ടാവും, ബാത്റൂമിൽ അവിടെ നിസ്കരിക്കാം. ആ പരമാവധി ആളുകൾ കാണാത്ത രൂപത്തിൽ നമുക്ക് നിസ്കാരം നിർവഹിക്കാം. അതേസമയം അവിടെ ഖിബിലയില്ല. ട്രെയിൻ എങ്ങോട്ടാ പോകുന്നത്? ഖിബിലക്കനുസരിച്ചാണ് പോകുന്നത്, നമുക്ക് തിരിയില്ല. അപ്പൊ ഖിബിലയില്ലാത്ത ഒരു നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം എന്നതുകൊണ്ട് ആ നിസ്കാരത്തെ യാത്ര കഴിഞ്ഞാൽ നമ്മൾ മടക്കി നിസ്കരിക്കുന്നു. അപ്പൊ എന്താ ഖളാ വീട്ട? പിന്നെ വെറുതെ എന്തിനാ നേരത്തെ നിസ്കരിച്ച ഖളാ വീട്ടിയാ പോരെ? അങ്ങനെ പറയണ്ട. കാരണം ഖളാ ആക്കിയ കുറ്റമാണ്. ഇങ്ങനെ നിസ്കരിച്ചിട്ട് മടക്കി നിസ്കരിച്ചാൽ കുറ്റമില്ല, നമ്മൾ രക്ഷപ്പെടും.
ഓരോ കാര്യവും നമ്മൾ പഠിച്ചു വേണം ചെയ്യാൻ. അപ്പൊ ഒരു രോഗിക്കും ഒരൊറ്റ നിസ്കാരവും നഷ്ടപ്പെടുത്താൻ വകുപ്പില്ല, ബോധം ഉണ്ടെങ്കിൽ. മുക്കല്ലഫാണെങ്കിൽ, മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അവന് സ്വബോധം ഉണ്ട്, നിസ്കാരത്തിന്റെ സമയം അറിയാനുള്ള അവസരം അവനുണ്ട്, തിരിയും. എന്നാലോ നിസ്കരിച്ചിരിക്കണം. വീട്ടിൽ കിടപ്പിലായ രോഗി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, കിടപ്പിലായ രോഗികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ രോഗികൾക്ക് നിസ്കാരത്തിന്റെ സമയം ആയി എന്ന് അറിവ് ഉണ്ടായാൽ അവർക്കത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, ബോധമുണ്ട് എങ്കിൽ അവരോട് നിസ്കാരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം പാവം എത്രയോ നിസ്കാരം ഖളാക്കിയിട്ട് കിടന്നാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എന്ത് വേണം? ഇരുത്തി കസേരയിൽ എഴുന്നേറ്റ് ഇരുപ്പിച്ച് നിസ്കരിക്കാൻ കഴിയുന്ന പോലെ ഇരുപ്പിച്ച് നിസ്കരിപ്പിക്കണം. ഇനി അല്ലാത്ത ആളുകളോട് കടന്ന കിടത്തത്തിൽ തന്നെ ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി പറ്റൂലെങ്കിൽ എങ്ങനെയാണോ കിടന്നത് അക്കടത്തത്തിൽ തന്നെ നിസ്കരിപ്പിക്കാൻ പറയണം. എന്നിട്ട് രോഗം മാറിയാൽ മടക്കി നിസ്കരിക്കണം. രോഗം മാറൂല എന്ന പ്രതീക്ഷയുള്ള രോഗം മാറുമെന്ന പ്രതീക്ഷയുള്ള ആളുകൾ അങ്ങനെ മാറിയാൽ നിസ്കരിക്കണം. രോഗം മാറൂല എന്ന് നമുക്ക് മനസ്സിലാവില്ല, ഏകദേശം സാഹചര്യം കൊണ്ട് ഇത് പ്രതീക്ഷകെട്ട രോഗമാണ് എങ്കിൽ അയാൾ രക്ഷപ്പെടും. അല്ലാഹു അഫുവാണ്. അപ്പൊ തീരെ നിസ്കരിക്കാതിരുന്നാലോ രക്ഷപ്പെടൂല. ഓരോ നിസ്കാരവും ഖളാ ആക്കിയ കുറ്റമുണ്ടാകും. ഇപ്പൊ നോമ്പെടുക്കാൻ കഴിയുന്ന രോഗി നോമ്പെടുക്കണം. രോഗാവസ്ഥയിൽ നോമ്പെടുക്കാൻ പറ്റാത്ത രോഗിയാണെങ്കിൽ നോമ്പെടുക്കണ്ട. ഫഇൻ കാന മരീലൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. രോഗത്തിലോ അല്ലെങ്കിൽ വലിയ പ്രയാസകരമായ യാത്രയിലോ ആണെങ്കിൽ പിന്നീട് നോമ്പെടുത്താൽ മതി. അപ്പോൾ അത് വിട്ടുവീഴ്ചയാണ്, കുറ്റമില്ല, ഖളാ വീട്ടിയാൽ മതി. അതേസമയം രോഗിയായ അയാൾക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, പിന്നെയോ നോമ്പ് എടുക്കാൻ അടുത്ത റമദാന്റെ മുമ്പ് അയാൾക്ക് ഖളാ വീട്ടാൻ പറ്റുമോ? പറ്റും. എന്നാ ഖളാ വീട്ടിയാൽ മതി, ഒന്നുമില്ല. ഇനിയല്ല, ഇയാളെ രോഗം മാറൂല, അങ്ങ് തളർവാദം പിടിച്ച് കടന്നുപോയി. ഇനി അത് പല ഡോക്ടർമാരെയും കാണിച്ച് അത് ഇനി നിങ്ങൾ പരമാവധി നോക്കുക നല്ലോണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ, രോഗം മാറുന്ന പ്രതീക്ഷ വിശ്വസ്തനായ ഡോക്ടർ മുഖേന പ്രതീക്ഷ ഇല്ല എന്ന് വന്നു. അപ്പൊ അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാൻ ഇനി സാധ്യമല്ല. എന്നാൽ അയാൾക്ക് അല്ലാഹ് കുറ്റം കൊടുക്കാൻ അല്ല, നമ്മൾ എന്ത് ചെയ്യണം? അയാളെ സമ്പത്തിൽ നിന്ന് ഒരു മുദ്ദ് ഓരോ ദിവസവും ഒരു മുദ്ദ് പ്രകാരം അയാൾക്ക് വേണ്ടി കൊടുക്കണം. നോമ്പിന് പകരം കൊടുക്കണം, ഒരു മുദ്ദ് കൊടുക്കണം. ഉമ്മമാർക്ക് ആ മസല അറിയാമല്ലോ. സ്ത്രീകൾക്ക് നോമ്പെടുക്കാൻ പറ്റാതിരുന്നാൽ അടുത്ത റമദാൻ മുമ്പ് ഖളാ വീട്ടിയാൽ മതി, എന്നാ മുദ്ദ് കൊടുക്കണ്ട. അടുത്ത റമദാന് മുമ്പ് ഖളാ വീട്ടാൻ കഴിയാതെ വരുമ്പോൾ ഫൈനാണ്, മുദ്ദ് കൊടുക്കണം. ഞാനൊരു സഹോദരി 10,000 റുപ്യ തന്ന് ദർസിലേക്ക്, എന്നിട്ടൊരു മസലയും ചോദിച്ചു. എന്താ നമ്മള് മുദ്ദ് കൊടുക്കുന്നില്ല, പിന്നെ ഇതിനാ ഖളാ വീട്ടുന്നത്? മുദ്ദ് ഏതായാലും കൊടുക്കുന്നില്ല, നോമ്പ് എടുക്കാത്തോണ്ട്, പിന്നെ ഖളാ വീട്ടണം. അപ്പൊ ആ മുദ്ദ് കൊടുക്കുന്നത് ഈ സമയത്ത് നോമ്പ് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് മുദ്ദ് കൊടുക്കുന്നത്. അല്ലാണ്ട് മാറാത്ത രോഗത്തിന് വേണ്ടി അല്ലല്ലോ മുദ്ദ് കൊടുക്കുന്നത്. അവരാണ് പിന്നെ നോമ്പ് എടുക്കണ്ടെന്ന് അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. അതേസമയം ഈ സഹോദരിക്ക് കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഈ റമദാൻ വരുന്നതിന്റെ മുമ്പുള്ള ദിവസത്തിൽ എടുത്ത് തീർക്കാൻ കഴിഞ്ഞില്ല, ഒരു 3 നോമ്പ് ബാക്കിയായി. അപ്പൊ ആ 3 നോമ്പ് ബാക്കിയായത് കൊണ്ട് ആ 3 നോമ്പിന് 3 മുദ്ദ് സദഖ കൊടുക്കണം. അപ്പൊ മുദ്ദ് കൊടുത്ത് ഇനി ആ 3 നോമ്പ് എന്ത് ചെയ്യണം? ഖളാ വീട്ടണ്ടാന്നാണോ? ആ 3 നോമ്പ് ഇനി ഈ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. അപ്പൊ നോമ്പ് ഖളാ വീട്ടണം, അത് കഴിയുന്ന ആള്, അല്ലെങ്കിൽ കുറ്റായി പോവും. മുദ്ദ് എന്നുള്ളത് ഒരു ഫൈനാണ്. ആ ഫൈൻ അടിച്ചത് കൊണ്ട് സംഗതി ചെയ്യാതിരിക്കാൻ പറ്റൂല. പിന്നെ അടുത്ത റമദാനിന്റെ വരെ അത് ഖളാ വീട്ടെങ്കിൽ പിന്നെയും മുദ്ദും കൊടുക്കണം, ഖളാ വീട്ടണം. ഖളാ വീട്ടൽ അവിടെ തന്നെ ബാക്കിയായി കിടക്കുകയാണ്, മുദ്ദ് ഇരട്ടിയാവുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രോഗം വന്ന ആൾക്കും ഇതേപോലെ രോഗം മാറുമെന്ന പ്രതീക്ഷ ഇല്ല എങ്കിൽ
അയാൾക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാൾക്ക് അങ്ങനെയല്ലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം അതിൽ അയാൾ എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചോളണം. യാത്ര പലപ്പോഴും പോകുന്നവരാണ് ഇവിടെയുള്ളവർ. ഏത് യാത്ര പോകുമ്പോഴും നിസ്കാരം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഇനിയിപ്പോൾ പെരുന്നാൾ വരുന്നു. പെരുന്നാളിന് ശേഷം പലരും പല സ്ഥലങ്ങളിലേക്കും ടൂർ പോകും. നമുക്ക് അനാവശ്യമായ യാത്രകൾ അനുവദിച്ചിട്ടില്ല. ഹലാലായ യാത്രയിലാണ് ജംഉം കസ്റും അനുവദിച്ചിട്ടുള്ളത്. ഹറാമായ യാത്രയിൽ അനുവദിച്ചിട്ടില്ല. നമ്മുടെ മഹറമായ ആളുടെ കൂടെ നമുക്ക് യാത്ര പോകാം. അത് അല്ലാഹു തആല അനുവദിച്ചതാണ്. ബാപ്പയുടെ കൂടെ, മക്കളുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ, ആങ്ങളയുടെ കൂടെ, അങ്ങനെയുള്ള മഹറമായ ആളുകളുടെ കൂടെ സ്ത്രീകൾക്ക് യാത്ര പോകാം. അല്ലാത്ത യാത്രകൾ അനിവാര്യമായ ഘട്ടത്തിൽ ഒരു ചികിത്സക്ക് വേണ്ടി പോകണം. വേറെ ആരും വരാനില്ല, ഒരു മഹറമും കൂടെ വരാനില്ല. പിന്നെ അയാളെ കൊല്ലലായി പോകൂലേ? അതുകൊണ്ട് ആ യാത്ര ഹലാലാവുകയാണ്. അതല്ലാത്ത അനിവാര്യമല്ലാത്ത ആസ്വാദനത്തിന് വേണ്ടിയുള്ള യാത്രകൾ അല്ലാഹു ആർക്കും അനുവദിച്ചിട്ടില്ല, പുരുഷന്മാർക്കും അനുവദിച്ചിട്ടില്ല. നമുക്ക് അനുവദിച്ചത് ഹലാലായ യാത്രകളാണ്. നല്ല യാത്ര നല്ലത് തന്നെയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, സീറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാത്ര നല്ലതാണ്. അതേസമയം ആ യാത്രകൾ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന യാത്രകളായിരിക്കണം, ഹലാലായ യാത്രകളായിരിക്കണം. അങ്ങനെ യാത്ര പോകുമ്പോൾ അവിടെ നമുക്ക് ഇളവുണ്ട്. നിസ്കാരത്തിന് ജംഉം കസ്റുമാക്കാനുള്ള ഇളവുണ്ട്. അത് മനസ്സിലാക്കാതെ നിസ്കാരം ഖളാ ആക്കുന്ന ആളുകളാണ് മഹാഭൂരിഭാഗവും. അതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് ലളിതമായിട്ട് പറയാം. ഒരാൾ യാത്ര പോവുകയാണ്. ഇവിടുന്ന് 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ ളുഹറും അസറും ജമ്മാക്കാം, മഗ്രിബും ഇശാവും ജമ്മാക്കാം. യാത്ര ആരംഭിച്ചു കഴിഞ്ഞ് നമ്മുടെ മഹല്ല് പരിധി വിട്ട് കടന്നാൽ പിന്നെ എവിടെ വെച്ചും ജമ്മാക്കാം. തിരിച്ചു വരുമ്പോഴും മഹല്ല് പരിധിയിലെത്തുന്നതിന്റെ മുമ്പ് എവിടെ വെച്ചും ജമ്മാക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടുന്ന് രാവിലെ 10 മണിക്ക് യാത്ര ആരംഭിച്ചു. ഇങ്ങനെ പോയി ഏകദേശം കുറെ അങ്ങോട്ടെത്തിയപ്പോൾ ളുഹർ ബാങ്ക് കൊടുത്തു. ആ ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ജംആക്കാം ളുഹറും അസറും. എങ്ങനെ? ളുഹറിന്റെ നിസ്കാരത്തിന്റെ കൂടെ തന്നെ അസറിനെയും കൂടി നിസ്കരിക്കുക. അതിന്റെ പേരാണ് ജംഉ തഖ്ദീം, മുന്തിച്ച് ജമ്മാക്കുക. എന്താ മുന്തിക്കുന്ന? അസർ പിന്നെ നിസ്കരിക്കേണ്ട നിസ്കാരം അതിനെ ഇങ്ങോട്ട് മുന്തിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ രൂപം? സാധാരണ പോലെ ളുഹർ നിസ്കാരം അങ്ങ് തുടങ്ങുക, നിയത്ത് വെച്ച് ളുഹർ നിസ്കാരം തുടങ്ങുക. ഖസ്റിനെ ഞാൻ ഇപ്പോൾ ഇതിന്റെ കൂടെ പറയുന്നില്ല, അത് ശേഷം പറയാം. അപ്പൊ ളുഹർ നിസ്കാരം തുടങ്ങി. 4 റക്അത്ത് ളുഹർ നിസ്കാരം നിസ്കരിക്കാൻ പോവുകയാണ്. ആ നിസ്കാരം തുടങ്ങി സലാം വീട്ടുന്നതിന്റെ മുമ്പ് മനസ്സിൽ കരുതുക, ഞാൻ അസറിനെ മുന്തിച്ച് ജമ്മാക്കുന്നു, ളുഹറിന്റെ കൂടെ മുന്തിച്ച് ജമ്മാക്കുന്നു. സലാം വീട്ടിയ ഉടനെ എന്ത് ചെയ്യാ? വേറെ ഒരു സംസാരം ഇല്ലാതെ ഒരു ഇഖാമത്ത് കൊടുക്കുന്ന ഒരു സമയം വെച്ചുകൊണ്ട്, അന്നേരം വേറെ ഭൗതിക കലാമ് സംസാരിച്ചാൽ പിന്നെ ആടെ ബാത്തിലായി പോകും. സലാം വീട്ടി വേറെ ഒന്നും സംസാരിക്കാതെ ഒരു ഇഖാമത്ത് കൊടുത്ത് ഉടനെ അസർ നിസ്കരിക്കുക 4 റക്അത്ത്. ഇങ്ങനെയാണ് ജംആക്കാന്ന് പറയുന്നത്. ഇനി ഈ ജംആക്കുന്നതിന്റെ മുന്തിച്ച് ജമ്മാക്കൽ, ഈ പിന്തിച്ച് ജമ്മാക്കൽ കൂടി പറഞ്ഞിട്ട് കസറിലേക്ക് വരാം. പിന്തിച്ച് ജമ്മാക്ക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ളുഹർ ബാങ്ക് കൊടുത്തു, ഞാൻ വണ്ടി നിർത്തുന്നില്ല, പിന്നെയോ ഇങ്ങനെ പോവാണ്, എനിക്ക് പെട്ടെന്ന് എത്തണം, ബാംഗ്ലൂരിൽ ഒരാള് കാത്തു നിൽക്കുന്നുണ്ട്, ദർസിലേക്ക് 1 ലക്ഷം ഉറുപ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, 5 മണിക്കേക്ക് അവിടെ എത്തിയാലാണത് കിട്ടുക. 5 മണിക്കേക്ക് അവിടെ എത്തിയില്ലെങ്കിൽ അയാൾ ദുബൈയിലേക്ക് കയറി പോകും, പിന്നെ ദർസിലേക്കുള്ള 1 ലക്ഷം ഉറുപ്യ കിട്ടൂല. അപ്പൊ
ഉടനെ അടുത്തണ ലുഹർ വാങ്ങി കൊടുത്തില്ലേ. അപ്പൊ ഞാനൊരു ഓപ്ഷൻ ഉണ്ട്. 132 കിലോമീറ്ററിലെ യാത്ര ആണെങ്കിൽ എന്താണ്, ഞാൻ ലുഹർ നിസ്കരിക്കാതെ വണ്ടി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വെറുങ്ങനെ പോയാ പോരാ, ഒരു നിയ്യത്ത് വെക്കണം. ലുഹറിന്റെ ശേഷം അസർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ഞാനൊരു നിയ്യത്ത് വെക്കണം. എന്താ നിയ്യത്ത്? ഞാൻ ലുഹർ നിസ്കരിച്ചിട്ടില്ല, ആ ലുഹറിനെ ഞാൻ അസറിലേക്ക് പിന്തിച്ച് ജമാക്കാൻ കരുതി. അതിങ്ങനെ ഒരു മുസല്ല എടുത്തു പോയിട്ട് ഒരു മരത്തിന്റെ ചോട്ട് പോയിട്ട് എന്നിട്ട് ഞാൻ ഇതാ പിന്തിച്ച് ജമാക്കുന്നു, അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടോ? മനസ്സിലാൻ കരുതിയാ മതി. ലുഹറിനെ അസറിലേക്ക് പിന്തിക്കുന്നു. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതാണല്ലോ. അപ്പൊ അത് ബോധത്തോടു കൂടി കരുതണം. ലുഹറിനെ അസറിലേക്ക് പിന്തിക്കാൻ കരുതി, പിന്തിച്ച് ജമാക്കാൻ കരുതി. കഴിഞ്ഞ് നിയ്യത്ത് കഴിഞ്ഞ്, ഇനി നമ്മൾ ബേജാറാണ്ട. അങ്ങനെ 5 മണിക്ക് ഞാൻ ബാംഗ്ലൂരിലെത്തി. അസർ സമയമായല്ലോ, ലുഹർ നിസ്കരിച്ചിട്ടില്ല, ജമാക്കിയിട്ടുണ്ട്, നിയ്യത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കാരം തുടങ്ങാൻ പോവാണ്. നിസ്കാരം തുടങ്ങുമ്പോൾ അവിടെ നമ്മളെ ലുഹർ ബാക്കിയുണ്ട്. അപ്പൊ ആദ്യം ലുഹർ നിസ്കരിക്കുക. ഒരു നിയ്യത്തും വേണം. സാധാരണ ലുഹറിന്റെ നിയ്യത്തും വെച്ചിട്ട് അതായിട്ട് തന്നെ നിയ്യത്തും വെച്ച് ലുഹർ നിസ്കരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സലാം വീട്ടിയാൽ മറ്റ് സംസാരമൊന്നും ഇല്ലാതെ ഉടനെ അസറും നിസ്കരിക്കുക. ഇങ്ങനെയാണ് പിന്തിച്ച് ജമാക്കുക എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഒരു സംശയം, ഖസ്ർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, അതെന്താ? അത് 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുക, അതാണ് ഖസ്ർ. ആ ഖസ്ർ ഇതിന്റെ കൂടെ തന്നെ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ അതെങ്ങനെയാണ്? ലുഹർ ഞാൻ നിസ്കരിക്കാൻ നേരത്തെ ഇങ്ങനെ വണ്ടി പോകുമ്പോ നിർത്തി ലുഹർ നിസ്കരിക്കാണ്. ആ സമയത്ത് അസറും കൂടി മുന്തിച്ച് ജമാക്കുന്നുണ്ട്. ഇനി ജമാക്കിയാലും ഇല്ലെങ്കിലും ഖസ്ർ ഒറ്റക്കും ആക്കാം. അതെങ്ങനെയാ? 4 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരത്തെ നിയ്യത്തങ്ങ് ചെറുങ്ങനെ മാറ്റുക. എന്താ? ഞാൻ 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കുന്നു. ലുഹറിനെ തന്നെ 4 റക്അത്തുള്ള ലുഹറിനെ 2. കാരണം ബാംഗ്ലൂരിലെ ഡോക്ടറെ ടൈം 4:30 മണിക്കാണ്. അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഡോക്ടറെ ടോക്കൺ കിട്ടൂല. അപ്പൊ നിർബന്ധം സമയമില്ല. അപ്പൊ എന്താ? അല്ലാഹു തആല നമുക്ക് നൽകിയ ഇളവാണത്. ഇളവ് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യലാണ് അഫ്ളൽ ആ സമയത്ത്. അപ്പോ 2 റക്അത്ത് മാത്രം നിസ്കരിക്കാം, നിയ്യത്ത് വെക്കണം. 2 റക്അത്തായി ഖസ്റായി നിസ്കരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ജംആക്കാമല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ജംആക്കുന്നു എന്ന് കരുതിയാൽ ജംആക്കാം, ഖസ്റു ആക്കാം. ഇങ്ങനെ എന്തെല്ലാം ഇളവ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് പിന്തിച്ച് ജമാക്കുമ്പോഴും ആക്കാം. ഇതേപോലെ മഗ്രിബിനെയും ഇശായിനെയും നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാമല്ലോ. മഗ്രിബിനെ ഇശായിലേക്കും പിന്തിച്ച് ജമാക്കാം, ഇശാഇനെ മഗ്രിബിന്റെ കൂടെ മുന്തിച്ചും ജമാക്കാം. സുബൈനെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു കാര്യപ്പെട്ട ആളാണ്, ഓരോ ഒന്നും ചെയ്യാൻ പറ്റൂല. അത് അതിന്റെ സമയത്ത് തന്നെ നിർവഹിച്ചോളണം. അപ്പൊ സുബൈന്റെ സമയത്ത് നമ്മൾ വാഹനത്തിലാണ്. അപ്പോൾ വാഹനം നിർത്താൻ പറയണം. എന്നിട്ട് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ നിസ്കരിക്കണം. അപ്പോ വിജനമായ ഹൈവേയിൽ ആരും ഇല്ല, എങ്ങോട്ടാണ് ഖിബ്ല എന്ന് മനസ്സിലാകുന്നില്ല. എന്നാലും നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുക. ഇപ്പൊ അതൊന്നും പ്രശ്നമില്ല, നമ്മളെ മൊബൈൽ ഫോണിൽ മാപ്പ് ഉണ്ട്, അതിൽ ഖിബ്ല നിർണയമുണ്ട്, ഒന്നുമില്ല. ഇനിയിപ്പോ അതൊന്നും ഇല്ലാത്ത ആളാന്ന് വിചാരിക്കട്ടെ, എന്നാൽ തന്നെ നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഗവേഷണം നടത്തുക, എങ്ങോട്ടായിരിക്കും ഞാനിപ്പോ പോകുന്നത്? ബാംഗ്ലൂരിലേക്കാണ്, അപ്പൊ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. അപ്പൊ വാഹനം അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടായിരിക്കും, പടിഞ്ഞാറ്. അങ്ങനെ ഒരു ഗവേഷണം നടത്തിയിട്ട് നമ്മൾ ഒരു ഖിബ്ല നിർണയിക്കുക, ഉടനെ അവിടെ നിസ്കരിക്കുക. ഇനി ഖിബ്ല എങ്ങോട്ടാണെന്ന് തിരിയാതെ അങ്ങ് നിസ്കരിച്ചത്, എങ്ങോട്ടോ ഖിബ്ല എങ്ങോട്ടാണെന്ന് എനിക്ക് ഞാൻ ഗവേഷണം നടത്തിയിട്ടില്ല, നിസ്കരിച്ച ആ നിസ്കാരം പിന്നെ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. കാരണം ഖിബ്ല ഇല്ലാത്ത നിസ്കാരാണ്. എന്നാലും ഖളാ ആക്കാൻ പറ്റൂല എന്നർത്ഥം. അപ്പൊ ബസ്സിലാണ് നമ്മൾ ഇവിടുന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് പോകുമ്പോ ബസ്സിലാണ് യാത്ര പോകുന്നത്. എന്നിട്ട് ബസ്സിൽ കയറിയതാണ്. ബസ് ആരോട് പൊളിച്ചൊക്കെ 5 മണിക്ക് നിർത്തണം പറഞ്ഞാല് അതിനി കലാസ് പാളയത്തിൽ എത്തിയിട്ടേ നിർത്തൂ, അല്ലാതെ ആടെ ഇവിടെ നിർത്തൂല എന്ന് പോലെ പറഞ്ഞു. അല്ല, നിർത്തൂല. എന്നാ പിന്നെ എന്ത് ചെയ്യണം? ബസ് തന്നെ എന്ത് ചെയ്യാ? നമ്മൾ നിസ്കരിക്കുക, ബസ് തന്നെ നിസ്കരിക്കുക. അപ്പോ വുളു എടുക്കാൻ പറ്റിയില്ല, തയമ്മും ചെയ്യണം. തയമ്മും ചെയ്യാൻ മണ്ണ് വേണ്ടേ? മണ്ണ് കൂടെ ഉണ്ടെങ്കിൽ മണ്ണ് എടുത്ത് തയമ്മും ചെയ്യണം. മണ്ണില്ല എങ്കിലോ ബസ്സിന്റെ ആ ബോഡിയിൽ അങ്ങ് അടിച്ചിട്ട് തയമ്മും ചെയ്യാം. എന്നാൽ നിസ്കാരം കളാക്കാൻ പറ്റൂല. എന്നിട്ട്
അവിടെ ബസ്സിൽ ഇരുന്നിട്ട് നമ്മൾ നിസ്കരിക്കാം. ഖിബിലയോ ഇല്ല, ഖിയാമോ ഇല്ല, ഒന്നും ഇല്ലാത്തൊരു നിസ്കാരാണെങ്കിലും സുബഹി ബസ്സിൽ ഇരുന്നിട്ട് നിസ്കരിക്കാം. ഇനി വുളു തന്നെ ഇല്ല എങ്കിലും, വുളു എടുക്കാൻ ഒരു ഓപ്ഷനും ഇല്ല എന്നാലും അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നാലും ഇരുന്നിട്ട് നിസ്കരിക്കാം. പിന്നെ യാത്ര കഴിഞ്ഞാൽ അതിനെ മടക്കി നിസ്കരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഖളാ വീട്ടലല്ല. ഖളാ വീട്ടലായ കുറ്റായി, നിസ്കാരം ഖളാക്കിയ കുറ്റായി. മടക്കി നിസ്കരിക്കൽ കുറ്റമല്ല, നമ്മളെ കുറ്റത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ പല വിട്ടുവീഴ്ചകളും അല്ലാഹു നമുക്ക് നൽകുന്നുണ്ട്. യാത്രക്കാരന്, രോഗിക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിട്ടുവീഴ്ചകൾ നൽകുന്നു. ഇതൊന്നും മനസ്സിലാകാതെ നാം നിസ്കാരം അങ്ങ് നഷ്ടപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിക്ഷ നൽകും. അതേസമയം ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഇളവുകൾ പാലിച്ചുകൊണ്ട് ആവുന്നത് പോലെ ഇബാദത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രതിഫലം നൽകും. അതാ ഒരാൾ ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിനെ നല്ല നിലയിൽ ഇബാദത്ത് ചെയ്ത ആളാണ്, എല്ലാ നിസ്കാരവും നിർവഹിച്ച ആളാണ്. അയാളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത്, അയാൾക്ക് രോഗാവസ്ഥയിൽ അയാൾ വരുമ്പോ അയാൾ ആരോഗ്യകാലത്ത് ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് കൊടുക്കൂ, രേഖപ്പെടുത്തൂ എന്ന് മലക്കുകളോട് അല്ലാഹു തആല നിർദ്ദേശിക്കുകയാണ്. അങ്ങനെയുള്ള രോഗികൾക്ക് അല്ലാഹു വലിയ പ്രതിഫലമാണ് വെച്ചത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു രോഗം വന്നവന്റെ നിലപാട് എന്താണ്? അൽഹംദുലില്ലാഹ് എന്നാണ് അയാളുടെ നിലപാട്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കൂടെ പോയ ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സഹോദരനെ, ഒരു സുഹൃത്തിനെ കാണാൻ പോയി. സുബ്ഹാനല്ലാഹ്, രോഗിയായ ആളാണ്. ആ രോഗിയായ ആൾ അയാളെ സന്ദർശിക്കാൻ പോകുമ്പോൾ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു ആ രോഗിയുടെ അടുത്ത് വന്നിട്ട് രോഗിയെ ആശ്വസിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ അടിമക്ക് വല്ല പരീക്ഷണവും തന്ന് രോഗം തന്നാൽ അവന് പിന്നീട് അല്ലാഹു ആഫിയത്ത് തരും. രോഗിയോട് പറയുകയാണ്, സുമ്മ യുആഫീഹി, പിന്നീട് അല്ലാഹു ആഫിയത്ത് തരും. അങ്ങനെ അല്ലാഹു തആല നിങ്ങൾക്ക് രോഗം തന്ന് പരീക്ഷിക്കുമ്പോ ഫയകൂനു കഫാറത്തൻ ലിമാ മളാ, നിങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞ് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരുന്നു. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രോഗം നൽകുന്നത്. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയാനുള്ളൊരു മാർഗമായിട്ടാണ്. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. അതാ അവിടുന്ന് വല്ലാതെ രോഗം ബാധിച്ച്, അഥവാ പനി വന്ന് ക്ഷീണമായി പ്രയാസത്തിലുള്ള അവസ്ഥയിലാണുള്ളത്. ആ സമയത്ത് ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, നബിയേ, വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട്. ജമാഅത്തിന് പള്ളിയിലേക്ക് അതാ വരുമ്പോൾ രണ്ടാളുകളുടെ തോളിൽ കൈയിട്ട് കാലിങ്ങനെ നിലത്തൂട്ട് ഇഴച്ച് വലിച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പോലും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന് വന്നിട്ടുണ്ട്. ചിലപ്പോ നമ്മളെ മുത്താലിമീങ്ങളുണ്ട്, ചെറിയൊരു തലവേദന, ഇവിടുന്ന് ആടത്തം വരെ പോകാൻ കഴിയില്ല. എന്താ തലവേദന?
അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം വന്നിട്ട് നടക്കാൻ കഴിയാതെ വന്നപ്പോ രണ്ടാളെ അപ്പുറം ഇപ്പുറം തോളിൽ കൈയിട്ടിട്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാതെ കാലിങ്ങനെ ഇഴച്ച് കൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചോദിച്ചു, നബിയെ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതേ, നിങ്ങളിൽ നിന്ന് രണ്ടാളുകൾ അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരാൾ അനുഭവിക്കുന്നല്ല, രണ്ടാള് അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ രണ്ടാളെ പ്രതിഫലവും അല്ലാഹു നിങ്ങൾക്ക് തരുമോ? രണ്ടാളെ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരുമോ? രണ്ടാളുകൾ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിഫലം അല്ലാഹു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം, അതേ, വല്ലദീ നഫ്സി ബിയദിഹി മാ അലൽ അർളി മുസ്ലിമുൻ യുസീബുഹു മറളുൻ. അതേ, എന്റെ ശരീരം, എന്റെ നഫ്സ് ആരെ അധീനതയിലാണോ അവനെ തന്നെ സത്യം, അല്ലാഹുവിനെ തന്നെ സത്യം. ഭൂമിയിൽ ഒരു മുസ്ലിമായ അടിമയില്ല, അവന് രോഗം ബാധിച്ചു, വല്ല പ്രയാസവും അവന് വന്നു, രോഗമോ മറ്റോ പ്രയാസങ്ങളോ വന്നാൽ ഇല്ലാ ഹത്തല്ലാഹു അൻഹു ഖതായാഹു കമാ തഹത്തു ശജറതു വറഖഹാ. ഒരു മരം അതിന്റെ ഇലകൾ കൊടിച്ചിടുന്നത് കാണുന്നില്ലേ, അതുപോലെ അവന്റെ ശരീരത്തിൽ നിന്ന്, അവനിൽ നിന്ന് എല്ലാ തെറ്റുകളും അല്ലാഹു തആല മായ്ച്ചു കളയുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പൊ രോഗം അല്ലാഹു നൽകുന്നതാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമിച്ചാൽ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രോഗിയായി, വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് വീട്ടിൽ വിശ്രമിക്കുന്ന വേളയിൽ അന്ന് ഭരണാധികാരിയായി നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപൻ, ഭരണാധികാരി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട സ്വഹാബിയാണ്. ഒരു രോഗം ബാധിച്ചു എന്നറിഞ്ഞപ്പോ രാജാവാകുന്ന, സുൽത്താനാകുന്ന, ഇസ്ലാമിക ഖലീഫയാകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ നേരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരു പാവപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ പോകുന്നതാരാണ്? അറേബ്യൻ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അധിപൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ഭരണാധികാരികൾ അങ്ങനെയാണ്. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ എന്നുള്ള വിവേചനം അവർക്കില്ല. ഇന്ന് നമ്മള് ഒരാളോട് പറഞ്ഞ് നമുക്ക് അയാളൊന്ന് കാര്യമൊക്കെ അയാളൊന്നും ഞാൻ കാര്യമൊക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ് അല്ലേ, ഞാൻ ഇവിടുത്തെ സെക്രട്ടറി അല്ലേ, ഞാൻ എന്തിനാ അയാളെ. അങ്ങനെയല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ എന്നല്ല ഏതൊരു വ്യക്തിയും, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, നമ്മൾ ഒരാളെ രോഗം സന്ദർശിച്ചാൽ നമുക്കത് കൂലിയാണ്. അപ്പോൾ അവിടെ ഒരു വിവേചനവും വേണ്ട. രോഗസന്ദർശനം അതാണ് മഹാന്മാരായ ഇസ്ലാമിക ഭരണാധികാരികൾ കാണിച്ചു തന്നത്. ഇന്നത്തെ ഭരണാധികാരികളെല്ലാം നമ്മളെ എങ്ങനെയുണ്ട് കൊല്ലാന്നുള്ളതാ നോക്കുക.
ഇന്ന് ഇന്ത്യയില് നമ്മളെ മുസ്ലിമീങ്ങൾക്ക് മാത്രം പൗരത്വം തരൂല, ബാക്കി എല്ലാവർക്കും കൊടുക്കൂ. രണ്ട് നിയമം ഒരു രാജ്യത്ത് ഭിന്നതയുണ്ടാക്കുകയാണ്. അവർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. കാരണം ഇവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്തിയാൽ എല്ലാവർക്കും പ്രയാസമാണ്, ജനങ്ങൾക്കെല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ നിയമപരമായി അതിനെ പ്രതിരോധിക്കുകയാണ്, അതിനെതിരെ ശബ്ദിക്കുകയാണ്. എല്ലാ ഭരണാധികാരികളും അതിന്റെ കൂടെ നിൽക്കണം. അതേസമയം പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികളായി വരുന്ന, അപേക്ഷിച്ച് വരുന്ന എല്ലാവർക്കും പൗരത്വം കൊടുക്കും. ഇപ്പോഴത്തെ നിയമം മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കൂല, മുസ്ലിമീങ്ങൾക്ക് മാത്രം കൊടുക്കൂല. പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്ന് എനിക്ക് പൗരത്വം തരണമെന്ന് അപേക്ഷിക്കും. ബംഗ്ലാദേശിൽ നിന്ന് ഒരാൾ വന്ന് എനിക്ക് പൗരത്വം തരുമെന്ന് അപേക്ഷിക്കും. ചൈനയിൽ നിന്ന് ഒരാൾ വന്ന് എനിക്ക് പൗരത്വം തരുമെന്ന് അപേക്ഷിക്കും. അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്ന് എനിക്ക് പൗരത്വം തരണം ഇന്ത്യയിൽ നിന്ന് ഗവൺമെന്റിനോട് അപേക്ഷിക്കും. അപ്പൊ ആ അപേക്ഷാ ഫോറത്തിൽ സിഖുകാരനാണോ ഓക്കെ തരാം, ഹിന്ദു ആണോ ഓക്കെ തരാം, ക്രിസ്ത്യാനിയാണോ തരാം, ജൂതനാണോ തരാം, മുസ്ലിമാണോ ഇല്ല. എന്ത് വിവേചനമാണിത്, എന്ത് വിവേചനമാണിത്? ആ വിവേചനം പാടുണ്ടോ നമ്മുടെ രാജ്യത്ത്? എല്ലാവർക്കും ഒരേ നിയമം എന്നാണ്. എല്ലാ പൗരനും നിയമത്തിന്റെ മുന്നിൽ തുല്യനാണ്. ഈക്വാലിറ്റി ബിഫോർ ദ ലോ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. അതേസമയം ഇപ്പൊ നടപ്പിലാക്കാൻ പോകുന്ന നിയമം എന്താ? അതുപോലെ നടപ്പിലാക്കും, നോക്കോ. കാരണം അങ്ങനത്തെ ഭൂരിപക്ഷത്തിലാണ് ഉള്ളത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ. അപ്പൊ അവര് പറയുന്നത് എല്ലാ മതക്കാർക്കും പൗരത്വം കൊടുക്കും, മുസ്ലിം എന്ന് പറഞ്ഞാൽ പൗരത്വം ഇല്ല. ഇത് കടുത്ത അനീതിയാണ്, വിവേചനമാണ്. അതിന് പല ന്യായങ്ങളും പറയാം. പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വരുമ്പോ അത് പാകിസ്ഥാൻ മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യമല്ലേ, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. പിന്നെ ബംഗ്ലാദേശ് മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യമല്ലേ, അവിടെ നിന്നുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റുള്ള സിഖുകാരൊക്കെ വരുമ്പോ ഓലിക്ക് കൊടുക്കുന്നത് അവര് അവിടെ ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് ഓലോടുള്ള ഒരു അനുകമ്പ കൊണ്ട് കൊടുക്കാണ്, മുസ്ലിങ്ങളോട് എതിർപ്പ് കൊണ്ട് കൊടുക്കല്ല. അപ്പോ AP ഉസ്താദ് ചോദിച്ച ചോദ്യമാണ്, മ്യാൻമർ ബുദ്ധന്മാരാണ് കൂടുതലുള്ളത്, ബുദ്ധമത വിശ്വാസികൾ. അവിടെ വളരെ പ്രയാസപ്പെടുന്ന ന്യൂനപക്ഷമാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ. ആ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അവിടെ അടിച്ചമർത്തപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു വിഭാഗമാണ്. അപ്പൊ അവിടെ അവര് ന്യൂനപക്ഷല്ലേ, അവർ ഇങ്ങോട്ടേക്ക് അഭയാർത്ഥികളായി വന്ന് അവരപേക്ഷിക്കുന്നു. അപ്പോൾ അവർക്ക് പൗരത്വമില്ല. അപ്പൊ ആ ന്യായം പൊളിഞ്ഞുപോയി. രണ്ടാമത് AP ഉസ്താദ് ചോദിച്ച ചോദ്യമാണ്, ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാവർക്കും നിങ്ങൾ പൗരത്വം ഇങ്ങനെ കൊടുക്കുകയാണ്, മുസ്ലിം ആണോ എന്ന് നോക്കിയിട്ട് കൊടുക്കൂല എന്നും ബാക്കി എല്ലാവർക്കും കൊടുക്കൂന്ന് പറയാണ്. എന്നാൽ ഈ ബാക്കിയുള്ള എല്ലാവരും ശുദ്ധന്മാരാണ്, ഭീകരവാദികളല്ല, അക്രമകാരികളല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മുസ്ലിങ്ങൾ കൊടുക്കൂല, മുസ്ലിങ്ങൾ പല സ്ഥലത്തും ഭീകരവാദികളാണ് അതുകൊണ്ട് കൊടുക്കൂല എന്നായി പറയുന്നത്. ഭീകരവാദികൾ നുഴഞ്ഞു കയറും, പൗരത്വത്തിന് അപേക്ഷ കൊണ്ട് കൊടുക്കൂല. അപ്പൊ ഉസ്താദ് ചോദിച്ചതാണെന്ത്, ബാക്കി ഇങ്ങനെ അപേക്ഷിക്കുന്ന എല്ലാവരും ശുദ്ധന്മാരാണ്, ഒരു അക്രമകാരികളും അല്ലാന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതിന് മറുപടി ഇല്ല. അപ്പൊ എന്താ, കണ്ണിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ തോന്നുന്നത് പോലെയുള്ള ഒരു നിയമം അങ്ങ് പാസാക്കി ഇവിടെ മുസ്ലിമീങ്ങളെ അടിച്ചമർത്തുക എന്നല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. നമ്മളെ രണ്ടാംകിട പൗരന്മാരാക്കുക എന്നതല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനികളെ, ഇങ്ങനെയുള്ള കരി നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഭരണാധികാരികളെ താഴെ ഇറക്കാൻ ഉള്ള അവസരമാണ് വരാൻ പോകുന്നത്. അത് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം. വോട്ട് ചെയ്യണം എല്ലാവരും.
ഇപ്പൊ ഈ ഉറുദി പറയുമ്പോ ഇപ്പൊ അതും പറയണേ, വോട്ട് ആരും ചെയ്യാണ്ട്. കാരണം ഇത്തരം ആളുകൾക്കെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിരോധമാണ്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണം. ഇപ്പൊ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം കഴിഞ്ഞോടി, അല്ലാഹു അലം. അതെല്ലാം അന്വേഷിച്ച് പേരില്ലാത്തവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവർക്കെല്ലാം വോട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടണം. അത് ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയം പറയല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ഭരണാധികാരികൾ വരണം. അതിന് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലോ. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് രാജ്യദ്രോഹികളല്ലാത്ത, മുസ്ലിം വിരോധികളല്ലാത്ത ആളുകൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിച്ച് പാർലമെന്റിൽ എത്തിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഈ രാജ്യത്തിന്റെ യശസ്സും നിലനിർത്തുന്ന ഒരു ഭരണം ഇവിടെ വരണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴികളും എളുപ്പമാക്കി തരട്ടെ. ഇത്തരം ഭരണാധികാരികളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതും ഒരു പരീക്ഷണമാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുകയല്ല, സാന്ദർഭികമായി പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അല്ലാഹു പല പരീക്ഷണങ്ങളും നൽകുമെന്ന് പറഞ്ഞല്ലോ. അക്കൂട്ടത്തിലുള്ള ഒരു പരീക്ഷണമാണ് അക്രമകാരികളായ ഭരണാധികാരികളെ നിങ്ങൾക്കുമേൽ കൊണ്ടുവന്ന് അവരെ അധികാരം കൊടുത്ത് നിങ്ങളെ മേൽ ഇങ്ങനെ സ്ഥാപിക്കും അല്ലാഹു തആല. അതെങ്ങനെയാണെന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസാലു യദുല്ലാഹി അലാ ഹാദിഹിൽ ഉമ്മത്തി. ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാകും. എപ്പോഴും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ഏതുവരെ? മാലം യുഅല്ലിം അബ്റാറുഹും ഫുജ്ജാറഹും. ഈ ഉമ്മത്തിലെ നല്ല നല്ല മനുഷ്യന്മാർ ഈ ഉമ്മത്തിലെ തെറ്റ് ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കാത്ത കാലത്തോളം. മനസ്സിലായോ? തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നീങ്ങുന്ന, വേണ്ടാത്തരങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകുന്ന ആളുകളെ എടുത്ത് തലയിൽ വെക്കുക. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവൂല. ഓലെ നമ്മൾ ബഹുമാനിക്കണ്ട. തെറ്റുകൾ, കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കരുത്, ഓലെ എടുത്ത് തലയിൽ വെക്കരുത്. പിന്നെയോ മാലം യർഫഖ് ഖിയാറുഹും ബിശിറാരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ഉമ്മത്തിലെ നല്ല നല്ല ആളുകൾ അവര് മോശപ്പെട്ട ആളുകളോട് കൂട്ടുകൂടാത്ത കാലത്തോളം, നല്ല ആളുകൾ മോശപ്പെട്ട ആളുകളോട് കൂട്ടുകൂടാൻ പാടില്ല. അങ്ങനെ കൂട്ടുകൂടാത്ത കാലത്തോളം അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അതുപോലെ ഈ ഉമ്മത്തിലുള്ള പണ്ഡിതന്മാർ അവര് സാധാരണക്കാരായ ഉമറയിലേക്ക് അങ്ങോട്ട് ചാഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഉമറ, നാട്ടിന്റെ നേതാക്കന്മാരായ ആൾക്കാർ ഓലെന്താ പറയുന്നത് അതിനനുസരിച്ച് അങ്ങ് ചാഞ്ഞു കൊടുക്കാൻ പാടില്ല. പിന്നെ ദീനനുസരിച്ച് കാര്യം പറയണം. ദീനനുസരിച്ച് പറയാതെ ആളുകൾക്കനുസരിച്ച് പറയുന്ന പണ്ഡിതന്മാരാണോ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ ഫഅലു ദാലിക, ഇങ്ങനെയാണ് ഈ ഉമ്മത്ത് പ്രവർത്തിക്കുന്നത് എങ്കിൽ, പ്രവർത്തിച്ചാൽ റഫഅല്ലാഹു അൻഹും അൽ ബറകത, അല്ലാഹു തആല ബറക്കത്തിനെ ഉയർത്തിക്കളയും. വസല്ലത അലൈഹിം ജബാബിറതുഹും, അതേ ഈ ഉമ്മത്തിന്റെ മേൽ അല്ലാഹു അധികാരം കൊടുക്കും. ആർക്ക്? കടുകടുത്ത ഭരണാധികാരികൾക്ക് അല്ലാഹു അധികാരം കൊടുക്കും. അല്ലാഹു തആല അധികാരം കൊടുക്കും. വഖദഫ ഫീ ഖുലൂബിഹിമുർ റഅബ, അവരുടെ ഉമ്മത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹു പേടിയേറ്റു കൊടുക്കും. വഅൻസല അലൈഹിമുൽ ഫാഖത, ഈ ഉമ്മത്തിന് ദാരിദ്ര്യം അല്ലാഹു ഇറക്കും. അല്ലേ? പൗരത്വം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ ഉണ്ടാകുക എന്താ? പൗരത്വം നിഷേധിക്കപ്പെട്ടാൽ നമ്മളൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകേണ്ടി വരും. ഭയപ്പെടണ്ട, ഇത് അടുത്തൊന്നും നടക്കാൻ പോകില്ല. എന്നാലും നമ്മൾ ഭയപ്പെടണം, നമ്മുടെ പിൻഗാമികളെ ഓർമ്മിച്ച്. എന്താ നമ്മളിങ്ങനെ എല്ലാവരും അപേക്ഷ എന്താ? 1954
നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓൽക്ക് രേഖ കൊടുക്കണം. 1954 ഇവിടെ ഉണ്ടാവും. അതിന് ശേഷം ജനിച്ച ആളെങ്ങനെയാണ് 54 ഞാനിവിടെ ഉണ്ടായിരുന്നു, ഓൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു എന്നുള്ള രേഖ കൊടുക്കണം. അപ്പൊ ഉപ്പാന്റെ രേഖ വരുത്തണം, അയാളെ റേഷൻ കാർഡ് പേരുണ്ടോ നോക്കണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അതൊന്നും കഴിയാത്ത കാര്യമാണ്, പലർക്കും കഴിയൂല. അങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ പൗരത്വം അപേക്ഷിച്ച് പൗരത്വം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ നമ്മളെ പൊര നമ്മളതല്ല, നമ്മളെ പറമ്പ് നമ്മളതല്ല, നമ്മളെ വീട് നമ്മളതല്ല, അതെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടും. എന്താ ഇതിന്റെ പൗരനല്ല. പിന്നെ അതുകൊണ്ട് ക്യാമ്പിലേക്ക് പോയിക്കോളുക, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോയി അവിടെ അടിച്ചമർത്തപ്പെട്ട ജയിൽ ജീവിതം. ഇതാണ് ഈ പൗരത്വം പാസാക്കുന്നതിനെതിരെ നമ്മൾ പോരാടുന്നത്. നമ്മുടെ വീടും നമ്മുടെ പറമ്പും നമ്മുടെ എല്ലാം ഗവൺമെന്റ് പിടിച്ചെടുത്ത് കൊണ്ടുപോയി നമ്മളെയും പിടിച്ചു കൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു തആല ഈ ദുരന്തത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈ ദുഷ്ടന്മാരായ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇപ്പൊ ഇത് അല്ലാഹു പരീക്ഷണമായി തരാനുള്ള കാരണം 4 കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ? ഈ ഉമ്മത്തിൽപ്പെട്ട നല്ല മനുഷ്യന്മാർ ഇപ്പോ തെറ്റ് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നു, അല്ലേ? തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ എടുത്ത് തലയിൽ വെക്കുന്നു. നമ്മളെ പുരേ തന്നെ ഉണ്ടാവും, ഒന്നും പറഞ്ഞ പോലെ കേൾക്കാത്ത നമ്മളെ മക്കളെ തന്നെ ഉമ്മമാര് ഉപ്പമാര് എടുത്ത് തലയിൽ വെക്കാണ് എന്ന നില വരുമ്പോൾ, അതുപോലെ നല്ല മനുഷ്യന്മാര് മോശപ്പെട്ട ആളുകളെ കൂടെ അങ്ങ് കൂടിക്കൊടുക്കുകയാണ് എന്ന നില വരുമ്പോൾ, പണ്ഡിതന്മാര് സാധാരണക്കാരായ നേതാക്കൾക്ക് ചാഞ്ഞു കൊടുക്കുകയാണെന്ന നില വരുമ്പോൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ വലിയ അപകടം അഥവാ ദുഷ്ടന്മാരായ ജബാബിറത്ത്, കഠിനമായ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഭരണാധികാരി, അവരെ അധികാരം കൊടുത്ത് നിങ്ങളെ മേൽ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എതിർക്കുന്നു, അത്തരം ഭരണാധികാരികളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മളെ വോട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ എല്ലാം നമ്മൾ സമം നടത്തണം. അല്ലാഹുവിന്റെ അടുക്കലാണ് അധികാരമുള്ളത്. അവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ, നീ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നീ അധികാരം കൊടുക്കും, നീ ഉദ്ദേശിക്കുന്ന ആളുകളിൽ അധികാരം നീ ഊരിയെടുക്കും. അതുപോലെ അല്ലാഹു തആല ഊരിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പ്രാർത്ഥന നടത്തണം, അതുപോലെ പ്രവർത്തിക്കണം. എന്നിട്ട് ഈ ദുഷ്ടന്മാരായ ഭരണാധികാരികളെ താഴെ ഇറക്കണം. ഞാനിത് സാന്ദർഭികമായി പറഞ്ഞത്, ഇസ്ലാമിക ലോകത്തുള്ള ഭരണാധികാരികൾ ലോകത്ത് ഒരു ജനതയെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രാത്രിയിൽ ഇറങ്ങി സഞ്ചരിച്ച് ഓരോ വീടുകളുടെ ഇടവഴികളിലൂടെയും സഞ്ചരിച്ച് തന്റെ രാജ്യത്തുള്ള പ്രജകളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുത്ത ആളായിരുന്നില്ലേ? ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഇങ്ങനെ നടന്നു പോവുകയാണ്. പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് തേങ്ങി കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു. മഹാനവറുകൾ ആ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. നോക്കുമ്പോ ഒരു ഉമ്മ ഒരു പാത്രത്തില് എന്തോ അടുപ്പിൽ വെച്ച് പാചകം ചെയ്യുന്നുണ്ട്, കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. ചുറ്റും കുറെ ചെറിയ മക്കൾ ഇരുന്നിട്ടുണ്ട്. ആ മക്കൾ ഇങ്ങനെ വാവിട്ട് കരയാണ്. ആ ഉമ്മയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആന്ന് ഓൽക്ക് മനസ്സിലായിട്ടില്ല. പാതിരാത്രിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഈ മക്കൾ ഇങ്ങനെ കരയുന്നത്? ഈ മക്കൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ആ ഉമ്മ പറഞ്ഞു, വിശന്നിട്ടാണ് കരയുന്നത്. ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ വാത് പറഞ്ഞ ഇപ്പൊ ഞമ്മക്കാർക്കും മനസ്സിലാവും, വിശന്നിട്ട് കരയാന്നുള്ള അവസ്ഥ നമുക്കുണ്ടോ ആർക്കും? ഇപ്പൊ നോമ്പിന് ഉണ്ട്, ഒരു 3 മണിയെല്ലാം ആവുമ്പോ. എന്നാലും ചില ദിവസങ്ങളൊന്നും ഇല്ല. കാരണം പകൽത്തേം കൂടി രാത്രി നമ്മൾ അടിച്ചിനല്ലോ, അതുകൊണ്ട് ഒരു വിശപ്പും ഇല്ല.
ആ വിശപ്പിന്റെ അനുഭവം നമ്മളെ അള്ളാഹു അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ് നമുക്ക് വെച്ചത്. പാവങ്ങളുടെ അവസ്ഥ നമുക്ക് തിരിയണം, പണക്കാരനും അല്ലാത്തവർക്കൊക്കെ തിരിയണം ഈ വിശപ്പിന്റെ അവസ്ഥ. അതാണ് ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം ഇപ്പൊ നടക്കുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഉമ്മ പറയുകയാണ്, എത്രയോ ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്, ഈ പിഞ്ചോമനകൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഓ സഹോദരങ്ങളെ, നമ്മൾ കാണുന്നില്ലേ പലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾ പാത്രങ്ങൾ എടുത്ത് UN വിതരണം ചെയ്യുന്ന അതേ കഞ്ഞിക്ക് വേണ്ടി കൈനീട്ടുന്ന പലസ്തീനികൾ. അവർ വലിയ ആഢ്യതയുള്ളവരായിരുന്നു, ഒരുപാട് പണം ഉള്ളവരുണ്ടായിരുന്നു, എല്ലാം ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ യുദ്ധക്കെടുതിയിൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ വിഷമിച്ചുപോയി. അല്ലാഹു അവർക്ക് രക്ഷ നൽകട്ടെ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കുടുംബം പറഞ്ഞു, ഞങ്ങൾ എത്രയോ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഇവിടെ ഒന്നുമില്ലേ? ഒന്നുമില്ല, ധാന്യങ്ങളൊന്നുമില്ല, മക്കൾക്ക് കൊടുക്കാൻ ഒരു റൊട്ടി കഷ്ണം പോലുമില്ല. അപ്പൊ ഉമ്മ, നിങ്ങൾ ഈ പാത്രത്തിൽ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കുന്നത് എന്താണ്? ആ ഉമ്മ പറഞ്ഞു, ആ പാത്രത്തിൽ വെള്ളമാണ്. ആ വെള്ളം ഇങ്ങനെ ഇളക്കി 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 കുട്ടികൾ ഇങ്ങനെ കരയും. കുട്ടികൾ വിചാരിക്കുന്നു ഇപ്പൊ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരും. ആ ഭക്ഷണം കാത്തിരുന്ന് കരഞ്ഞ് കരഞ്ഞ് കുട്ടികൾ അങ്ങ് വീണ് ഉറങ്ങിപ്പോകും. 3 ദിവസമായി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. പാത്രം എടുത്തു വെക്കും, എന്നിട്ട് കയ്യിലിട്ട് ഇളക്കും. കുട്ടികളെ ഉറക്കാൻ വേറെ മാർഗമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പൊട്ടിപ്പോയി. അല്ലാ, എന്റെ രാജ്യത്ത് ഞാൻ ഭരിക്കുമ്പോൾ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ആളുകളോ? മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് ഉടനെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കൊട്ടാരത്തിലേക്ക്, ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് അതാ ഉറങ്ങുന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉടനെ ധാന്യം സൂക്ഷിച്ച അറ തുറക്കുക. അയാൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ധാന്യം സൂക്ഷിച്ച അറ തുറന്നു. ആ അറ തുറന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അതിൽ കടന്നു. പിന്നാലെ ആ ഭൃത്യനും ഉണ്ട്. അയാളോട് പറഞ്ഞു, ഒരു ചാക്ക് ധാന്യമെടുത്ത് എന്റെ തോളിലേക്ക് വെക്കൂ. അയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അത് വേണോ? നമുക്ക് തൊഴിലാളികളെ വിളിക്കാം, അവരെല്ലാം ഉറങ്ങുകയാണല്ലോ, അവരെ വിളിച്ചുണർത്താം. വേണ്ട, ഈ ധാന്യമെടുത്ത് എന്റെ തലയിലേക്ക്, എന്റെ മുതുകിലേക്ക് വെച്ച് തരൂ എന്ന് പറഞ്ഞു. അയാൾ അതാ മനസ്സില്ല മനസ്സോടെ അതെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ വെച്ച് കൊടുത്തു. ആ ധാന്യച്ചാക്കുമായിട്ട് പോകുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഭരണാധികാരിയായ ഞാൻ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. എന്റെ നാട്ടിൽ ഭക്ഷണമില്ലാതെ വിശന്നിട്ട് കുറെ കുട്ടികൾ കരഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളുടെ കണ്ണുനീരിന് ഞാൻ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ ധാന്യമെടുത്ത് ആ പാവപ്പെട്ട വീട്ടിലേക്ക് നടന്നുപോയി. അത് കൊടുത്തു. തന്റെ കൈകൾ കൊണ്ട് തന്നെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരായ സഹാബികൾ എത്രയാണ് അല്ലാഹുവിനെ ഭയന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് അതേ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കിറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്നാലിന്ന വീട്ടിൽ ഒരു കിറ്റ് കൊടുക്കണം. ഞാൻ അവിടെ കിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞു, അരി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു, അയാൾക്കല്ല എന്തിനാ കൊടുക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അയാളെ വലിയ വീടാണ്, കാറ് മുറ്റത്ത് തന്നെ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ അരി കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് എന്താണെന്നറിയോ? അരി ഇവിടെ ഉണ്ട്,
കറി വെക്കാനൊന്നുമില്ല, പച്ചക്കറി വാങ്ങാൻ പൈസയില്ല, മീന് വാങ്ങാൻ പൈസയില്ല, ഒരു കറി വെക്കാനുള്ള ഒരു സാധനവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ദിവസങ്ങളായി വെറും കഞ്ഞി വെച്ച് കുടിക്കുകയാണ് ആ വീട്ടുകാര്. പ്രവാസിയായ ഒരു സഹോദരൻ തന്നെയാണ്. അയാളെ ജോലി പോയി, ഗൾഫിൽ പോകാതെയായി, വേറെ ഒരാളെ മുന്നിലും കൈനീട്ടി യാചിക്കാൻ വകുപ്പില്ല. കാണുമ്പോൾ വലിയ വീടാണ്, മുറ്റത്ത് വാഹനമുണ്ട്, മക്കൾ ഉണ്ട്, പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, കറി വെക്കാൻ, പച്ചക്കറി വാങ്ങാൻ പൈസയില്ല. ഓ സഹോദരങ്ങളെ, ഉമ്മമാരെ, നമ്മൾ സക്കാത്ത് കൊടുക്കണം, അതിന്റെ അവകാശികൾക്ക് കൊടുക്കണം. ചിലപ്പോൾ ചില ആളുകൾ ചില ഘട്ടത്തിൽ അവകാശികളായി മാറും. അവർക്ക് ചിലപ്പോൾ വീട് ഉണ്ടാകും, കാറ് ഉണ്ടാകും, പക്ഷെ അവര് വേറെ ആളെ മുന്നിൽ കൈനീട്ടി യാചിക്കാൻ, ചോദിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും. പാവങ്ങൾ എപ്പോഴും പാവങ്ങളായി മുദ്ര കുത്തപ്പെട്ടാൽ നമ്മൾ ഒരു അരി കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. അയാളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. എല്ലാവരും മുദ്ദിന്റെ അരി അങ്ങോട്ട് കൊണ്ടുപോകും, അതുപോലെ മറ്റുള്ള അരിയും അങ്ങോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇവിടെ ഇടക്കാലത്ത് സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവർ നമ്മളെ ഇടവലത്ത് തന്നെ ഉണ്ടാകും. ഓരോ ആരോടും ഒരു സംഗതിയും പറയൂല, കാരണം അവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അവർക്ക് വലിയ വിഷമമായി പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് വലിയ പൈസ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ പോലും ഒരു രോഗം വന്നാൽ 20-30 ലക്ഷം ചെലവഴിച്ച് എത്രയോ സ്ഥലങ്ങൾ വിൽക്കേണ്ടി വന്നു. എല്ലാം വിൽറ്റു. സുബ്ഹാനല്ലാഹ്, അതേ ലോണിൽ വരെ ആയി പോയി ചികിത്സിക്കാൻ അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അത്തരം ആളുകളെ കണ്ടറിഞ്ഞിട്ട് നമ്മൾ സദഖ കൊടുക്കണം. എന്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്ത് വല്ലാത്ത സന്തോഷത്തിൽ പങ്കുവച്ച അനുഭവം. അയാൾ പറഞ്ഞു, എനിക്കൊരാള് സക്കാത്ത് തന്നു. അയാൾ സന്തോഷത്തിലാ പറഞ്ഞത്, കാരണം എനിക്ക് സക്കാത്ത് തന്നത് എന്നെ കണ്ടറിഞ്ഞിട്ട് തന്നതാണ്. സാധാരണ ഇയാൾ നല്ല ജോലിയൊക്കെ ഉള്ള ആളായി, ഇപ്പോൾ ജോലിയില്ലാത്തത് കൊണ്ട് അയാളെ കണ്ടറിഞ്ഞിട്ടൊരാൾ സ്വകാര്യമായി അയാൾക്ക് നല്ല ഒരു പൈസ കൊടുത്തപ്പോൾ അയാൾക്ക് സന്തോഷമായി. കൊടുത്ത ആൾക്ക് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ കണ്ടറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. എപ്പോഴും കൊടുക്കുന്ന ആൾക്ക് കൊടുക്കണ്ട എന്നല്ല. ചിലർ നമ്മുടെ നാട്ടിൽ ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധിയിലായി പോയവരുണ്ടാകും. അവരെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് സക്കാത്തിന് അർഹത ആ സമയത്തുണ്ടാകും, അപ്പോൾ കൊടുക്കണം. അതേപോലെ സദഖ നമുക്ക് എപ്പോഴും കൊടുക്കാമല്ലോ. അതുപോലെ അത് മുസ്ലിമിനും കൊടുക്കാം സദഖ, അമുസ്ലിമിനും കൊടുക്കാം. അമുസ്ലിമിന് സദഖ കൊടുത്താൽ അത് കൂലി ഉണ്ടാകുമോ? അല്ലാഹു കൂലി തരും, പ്രതിഫലം അല്ലാഹു തരും. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖ കൊടുക്കാൻ, എല്ലാവർക്കും സദഖ കൊടുക്കാൻ നിർദ്ദേശിച്ചു. നമ്മളെ ഏറ്റവും അടുത്ത കുടുംബക്കാരുണ്ടല്ലോ, അവർക്കാണ് നമ്മൾ ആദ്യ പരിഗണന കൊടുക്കേണ്ടത്. ചില ആളുകളുണ്ട്, നമ്മൾ ദർസിലേക്ക് സഹായം ചോദിക്കുമ്പോൾ ഉടനെ നൽകുകയാണ്. അതേസമയം അവന്റെ പെങ്ങൾ അല്ലെങ്കിൽ അവന്റെ അനുജൻ വളരെ പ്രയാസത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, അയാൾക്ക് വലിയ ആവശ്യമുണ്ട്, അയാൾക്ക് 5 പൈസ കൊടുക്കുന്നില്ല. അത് ചെയ്യാൻ പാടില്ല. ദർസിലേക്ക് തരേണ്ടത് തരണം. അതേസമയം തന്റെ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെ വളരെ പ്രയാസത്തിലാണ്. ഒരാൾ ഒരു മുദ്ദിന്റെ അരി കൊടുക്കുകയാണ്. ആ മുദ്ദിന്റെ അരി ഒരു പാവത്തെ തേടിപ്പിടിക്കുകയാണ്. അപ്പോൾ അതേ തന്റെ ഉമ്മയുടെ അനുജത്തിയാകുന്ന ഒരു സഹോദരിയുണ്ട്, വളരെ പാവപ്പെട്ട ആളാണ്. അയാൾക്ക് വരുമാനമില്ല, അവർക്ക് വരുമാനമില്ല. വിഷമത്തിലാ. ഉമ്മാന്റെ അനിയത്തില്ലേ കൊടുത്ത വിടും. നിങ്ങൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളല്ലോ അത്. ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആൾക്കാണ് കൊടുക്കാൻ പറ്റാത്തത്. അല്ലാത്ത ഏത് പാവങ്ങൾക്കും കൊടുക്കാം. അത് ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകൾ പ്രയാസത്തിലുണ്ടോ അവർക്ക് നല്ലോണം കൊടുക്കണം, മറ്റുള്ളവർക്കും നല്ലോണം കൊടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാവങ്ങൾക്ക് കിറ്റ് എത്തിച്ചു കൊടുത്തു, സ്വന്തം കൈകൊണ്ട് തന്നെ.
ഇതാണ് ഇസ്ലാമിക ഭരണാധികാരികൾ. ഞാൻ പറഞ്ഞു വന്ന സംഭവം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം സന്ദർശിക്കാൻ അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന സംഭവമാണല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട്, നിങ്ങൾ രോഗത്തിലാണല്ലോ, എന്താണ് നിങ്ങളുടെ പ്രയാസം? മഹാനവറുകൾ പറഞ്ഞു, ദുനൂബി, എന്റെ തെറ്റുകളാണ് എന്റെ പ്രയാസം. എന്റെ ജീവിതത്തിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയിട്ടുണ്ടോ? അതാണ് എന്റെ പ്രയാസം, അല്ലാതെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച മഹാൻ അവിടുന്ന് പ്രതികരിച്ചത് അങ്ങനെയാണ്. രണ്ടാമത് ചോദിക്കുന്നു, നിങ്ങൾക്ക് രോഗമല്ലേ? നിങ്ങളെ രോഗം ചികിത്സിക്കാൻ ഞാനൊരു ഡോക്ടറെ ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടെയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് രോഗം തന്നത് ഡോക്ടറാണ്, അല്ലാഹു ആണ് എനിക്ക് രോഗം തന്നത്. അവൻ എന്റെ രോഗം ചികിത്സിച്ചോളും. അല്ലാഹുവിൽ തവക്കുലാക്കിയ മഹാനാണ്. ഈ വാല് കേട്ടിട്ട് ഇനിയിപ്പൊ നാളെ രോഗം വരുമ്പോ ഉമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലിലും പോണ്ട, അല്ലേ ആ രോഗം തന്നത് എന്ന് പറയണ്ട. നമ്മൾ ചികിത്സിക്കണം. നമ്മൾ ആ മർത്തബയിൽ എത്തിയിട്ട് പറയാം. എത്തിയെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് പറയാം. തവക്കുലിന്റെ ആ മർത്തബയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അപ്പോ നമ്മള് സാധാരണക്കാർ നമ്മൾ ചികിത്സിക്കണം. രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ പോകണം. ധിക്കാരം പിടിച്ചവിടെ ഇരിക്കാൻ പാടില്ല. അതേസമയം ചികിത്സ തേടണം. മഹാനവറുകൾ തവക്കുലിന്റെ മർത്തബയിലെത്തിയതാണ്. രോഗസന്ദർശനത്തിന് നമ്മൾ പോയാല് ഇത് നമ്മൾ മാതൃകയാക്കേണ്ട കാര്യമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഡോക്ടറെ ഇങ്ങോട്ട് അയക്കണോ? അല്ലേ, നമ്മൾ പല ആളുകളെയും രോഗം സന്ദർശിക്കാൻ പോകും. രോഗസന്ദർശനം വലിയ പുണ്യമുള്ള കാര്യമാണ്. ഞാനിപ്പോ വിശദമായി പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസ് വളരെ ഗൗരവമുള്ള ഒരു ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ചുരുക്കുകയാണ്, സമയം പിന്നിട്ട് പോകുന്നു. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല പറയുന്നു, യബ്ന ആദം മരിൽതു ഫലം തഅദുനി, ഓ മനുഷ്യ, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അല്ലാഹ് ചോദിക്കാണ്, അല്ലാഹ് പറയാണ്, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അപ്പോൾ അടിമ പറയും, യാ റബ്ബ് കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ റബ്ബേ, നീ രോഗിയോ, നിന്നെ ഞാൻ എങ്ങനെ സന്ദർശിക്കും? അപ്പൊ അല്ലാഹു തആല പറയുകയാണ്, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദുഹു, എന്റെ ഇന്നാലിന്ന അടിമ രോഗിയായി കിടന്നത് നീ കണ്ടിട്ടില്ലേ? എന്നിട്ട് നീ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല? സുബ്ഹാനല്ലാഹ്, നീ ആ രോഗിയെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല? അമാ അലിംത അന്നക ലൗ ഉത്തഹു ലവജതനി ഇൻദഹു, നീ ആ രോഗിയുടെ അടുത്ത് പോയിട്ട് രോഗം സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു, അല്ലാഹുവിനെ നിനക്ക് അവിടെ കാണാമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പിന്നെയും ചോദിക്കുകയാണ്, യബ്ന ആദം ഇസ്തതഅംതുക ഫലം തുത്ഇംനി, ഞാൻ നിന്നോട് ഭക്ഷണം തേടിയിട്ട് നീ എന്തേ എനിക്ക് ഭക്ഷണം തന്നില്ല? അടിമ ചോദിക്കുകയാണ്, യാ റബ്ബ് കൈഫ ഉത്ഇമുക വ അൻത റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ നീ, നിനക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം നൽകും? സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയാണ്, അമാ അലിംത അന്നഹു ഇസ്തതഅമക അബ്ദി ഫുലാനുൻ ഫലം തുത്ഇമുഹു, എന്റെ ഒരു അടിമ നിന്നോട് ഭക്ഷണം ചോദിച്ചില്ലേ? നിന്നോട് സഹായം ചോദിച്ചില്ലേ? നീ എന്തുകൊണ്ട് ഭക്ഷണം നൽകിയില്ല?
നീ എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല? അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ മഹല്ലിലുള്ള ഒരുപാട് ഉമ്മമാർക്ക് നാളെ പരലോകത്ത് പറയാം, പള്ളിയിൽ സേവനം ചെയ്യാൻ വന്ന ഉസ്താദുമാര്, ദർസ് പഠിപ്പിക്കാൻ വന്ന ഉസ്താദുമാര്, അവര് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഒരു നേരത്തെ ഭക്ഷണം നൽകുമോ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് ചോദിച്ചതാണ്, എന്റെ അടിമ നിങ്ങളോട് ഭക്ഷണം ചോദിച്ചിട്ട് ഫലം തുതിഉനി, എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല എന്നാ അല്ലാഹ് ചോദിക്കുന്നത്. അല്ലാഹ്ക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ടോ? എല്ലാം പടച്ച റബ്ബുൽ ആലമീനല്ലേ. പക്ഷെ അവന്റെ ചോദ്യം അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്ക് ഭക്ഷണം കൊടുത്താലും അത് അല്ലാഹു വലിയ പരിഗണനയോടെ കൂടെയാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള ഒരുപാട് ഉമ്മമാർക്ക് പറയാം, ചോദിച്ചത് ഒരു ദിവസത്തെ ഭക്ഷണമാണെങ്കിൽ ഞങ്ങൾ 3 ദിവസം കൊടുക്കുന്നുണ്ട്, 2 ദിവസം കൊടുക്കുന്നുണ്ട്, 1 ദിവസം കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഭക്ഷണം നൽകുന്നവർ ഇവിടെ ഒരുപാടുണ്ട്. അവരൊരൊറ്റ ദുആയിലും നമ്മൾ മറക്കൂല, മുതഅല്ലിമീങ്ങൾ മറക്കൂല, ഉസ്താദുമാര് മറക്കൂല. ഭക്ഷണം നൽകുന്നവർക്ക് വലിയ മഹത്വമുണ്ട്. അത് മറ്റൊരു ദിവസം പറയാം. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഓ എന്റെ അടിമയെ, അമാ അലിംത അന്നക ലൗ അത്അംതഹു, ഭക്ഷണം ചോദിച്ചു വന്നവന് നീ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ഭക്ഷണം ചോദിച്ചു വന്നവന് നീ ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ലവജത്ത ദാലിക ഇൻദി, അവിടെ നിനക്ക് എന്നെ കാണാം. ഇവിടെ ഉള്ള മുതഅല്ലിമീങ്ങൾ പലരും രാത്രി ചിലപ്പോൾ തറാവി നിസ്കരിച്ചിട്ട് ചില വീട്ടിലേക്ക് ഓടുന്നത് കാണാം. നിങ്ങൾ അങ്ങോട്ട് ഓടുന്നത് ലാടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, കടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇർഫാദ് ഉസ്താദ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുറെ ആൾ, എത്ര ആള് വേണമെങ്കിലും വന്നോന്നാ പറഞ്ഞത്. അള്ളാഹു അവർക്കെല്ലാം ബറക്കത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം അല്ലാഹ് പറഞ്ഞു, എന്നെ ഭക്ഷിപ്പിച്ചു എന്നാ അല്ലാഹ് പറഞ്ഞു. നീ അങ്ങനെ ഭക്ഷണം ചോദിച്ചു വന്നവന് ഭക്ഷണം കൊടുത്താൽ ലവജത്ത ദാലിക ഇൻദി, നിനക്ക് എന്നെ അവിടെ കാണാം. ലവജത്തു ദാലിക ഇൻദി, നിനക്ക് എന്നെ അവിടെ കാണാം. സുബ്ഹാനല്ലാഹ്. ലൗ അത്അംതഹു, നീ അവന് ഭക്ഷണം ഭക്ഷിപ്പിച്ചാൽ ലവജത്ത, നിനക്ക് കാണാം. ദാലിക ഇൻദി, എന്നെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ ഭക്ഷിപ്പിച്ചാൽ അല്ലാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത്. അല്ലാഹുക്ക് ഭക്ഷണം ആവശ്യമുള്ളതുകൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പിന്നെയും പറയാണ്, യബ്ന ആദം, ഓ മനുഷ്യ, ഇസ്തസ്ഖൈതുക ഫലം തസ്ഖിനി, നിന്നോട് വെള്ളം ചോദിച്ചു വന്നില്ലേ, ജ്യൂസ് ചോദിച്ചു വന്നില്ലേ, മറ്റുള്ള വെള്ളം ചോദിച്ച് നിന്റെ അടുത്ത് വന്നില്ലേ, അപ്പോൾ നീ എന്തുകൊണ്ട് വെള്ളം കൊടുത്തില്ല? എന്തുകൊണ്ട് നീ വെള്ളം കൊടുത്തില്ല? സുബ്ഹാനല്ലാഹ്. ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ ഫലം തുസ്ഖിഹി, എന്റെ ഒരടിമ നിന്നോട് വെള്ളം ചോദിച്ചു വന്നിട്ട് നീ എന്തുകൊണ്ട് വെള്ളം കൊടുത്തില്ല? അമാ അലിംത അന്നക ലൗ സഖൈതഹു ലവജത്ത ദാലിക ഇൻദി, നീ അവർക്ക് വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണത്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, എനിക്ക് ഡോക്ടറെ വേണ്ട, എനിക്കൊന്നും ആവശ്യമില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് കുറേ പെൺമക്കളില്ലേ, ആ പെൺമക്കൾ നിങ്ങളെ കാലശേഷം പ്രയാസത്തിലായി പോകൂലേ, ആ പെൺമക്കൾക്ക് വേണ്ടി ഞാൻ ഖജനാവിൽ നിന്നൽപ്പം പണം ഇങ്ങോട്ട് കൊടുത്തേക്കട്ടെയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പെൺകുട്ടികളെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട. എന്തേ കാരണം? ഞാൻ എൻ്റെ പെൺകുട്ടികളോടൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണത്?
എന്റെ പെൺകുട്ടികളോട് ഞാൻ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇന്നി സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅതി കുല്ല ലൈലത്തിൻ, എല്ലാ ദിവസവും രാത്രിയിൽ ഒരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, അയാൾക്കൊരിക്കലും ദാരിദ്ര്യം പിടിപെടൂല. എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഓതിയാൽ ഒരിക്കലും ദാരിദ്ര്യം പിടിപെടൂല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിയ. ഇതേ ഈ അധ്യായം, ഈ സൂറത്ത് ഓതാൻ 5 മിനിറ്റ് വേണം. 5 മിനിറ്റ് ഒരു രാത്രിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം പിടിപെടൂല. ഒരു മദ്രസ മുഅല്ലിമ് എന്നോട് പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല വീട് തന്നു, കുറെ മക്കളെ തന്നു. മദ്രസ മുഅല്ലിമ, ശമ്പളം 5000, കൂടിയാൽ 6000. ഒരു 500 റുപ്യ നമ്മൾ കൂട്ടട്ടെ എന്ന് കമ്മിറ്റിയിൽ ചർച്ച ചെയ്താൽ, കഴിഞ്ഞ വർഷമല്ലേ 200 റുപ്യ കൂട്ടിയത്, ഇപ്പൊ 500 കൂട്ടുന്നതാ കമ്മിറ്റി എന്ന് ചോദിക്കുക, കമ്മിറ്റിക്കാർ ചോദിക്കുക. ഞാനും കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, ഇപ്പം കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി. അപ്പോ ഉസ്താദുമാർക്ക് ആകെ ഉള്ളത് അത്രയാണ്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പൈസ കൂട്ടട്ടെ എന്ന് പറയുമ്പോ വരിസംഖ്യ കൂട്ടേണ്ടി വരും. അപ്പൊ എന്താ, ഒരു 300 റുപ്യ മാസത്തിൽ വരിസംഖ്യ പള്ളിയിലേക്ക്, 300 റുപ്യ പള്ളിയിലേക്ക് മാസത്തിലാണ്. കഴിഞ്ഞ കൊല്ലത്തെ കമ്മിറ്റിക്കാർ 200 എല്ലാം വായിക്കുന്നത്, 300. അന്നേരം ഫോണിൽ മെസ്സേജ് വരിക, നിങ്ങളുടെ റീചാർജ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു, പൈസ തീർന്നിരിക്കുന്നു. അപ്പൊ മോളെ വിളിച്ചിട്ട് പറയാം, ഒരു 666 റുപ്യ കയറ്റിക്കോ ഫോണിലേക്ക്. ഇപ്പുറത്ത് പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും നോക്കാൻ 666 കാറ്റാന് ഒരു മടിയുമില്ല. ഇപ്പുറത്ത് പള്ളിയിൽ ഉസ്താദിന് ശമ്പളം ഒന്ന് കൂട്ടിക്കൊടുക്കണോ, അതുകൊണ്ട് ഒരു 300 റുപ്യ 200 റുപ്യ വരിസംഖ്യയുള്ള 300 ആക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ ആൾക്കാർ, കമ്മിറ്റിക്കാർ പിന്നെ മുമ്പല്ല ഇങ്ങനെയുള്ള നൽകിട്ട് കൽബും കുൽമാലും. അപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്, പൈസ തീർന്നിട്ടുണ്ട്, 666 കാറ്റിക്കോ, അല്ലെ 899 കാറ്റിക്കോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങനെയാണ് പലരുടെയും നിലപാട്. അപ്പോ ഈ പാവപ്പെട്ട ഉസ്താദ് പറയാണ്, എനിക്ക് ശമ്പളം അത്രയേ ഉള്ളൂ, പക്ഷേ എനിക്കൊരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ദാരിദ്ര്യവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, വീടുണ്ട്, ജോലിയുണ്ട്, എല്ലാം അല്ലാഹു നൽകി. എന്താണ്, ഞാൻ പൊരുക്കത്തെ എല്ലാവരോടും പറയും, സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഓതാൻ പറയും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കുറെ അനുഭവം പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അതേ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടില്ലേ, മൻ ഖറഅ സൂറത്തുൽ വാഖിയതി കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഓതിയാൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല. എന്നിട്ട് മഹാൻ പറയുകയാണ്, ഫഇന്നി അമർതുഹുന്ന അൻ യഖറഅന സൂറത്തുൽ വാഖിയതി കുല്ല ലൈലത്തിൻ, എല്ലാ ദിവസവും രാത്രിയിൽ സൂറത്തുൽ വാഖിയ ഓതണേ എന്ന് എന്റെ പെൺമക്കളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവരത് ഓതാറുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചുപോയാലും എന്റെ മക്കള് പട്ടിണിയാവുമെന്ന് നിങ്ങൾ പേടിക്കണ്ട എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന പാവപ്പെട്ട സ്വഹാബി പറയുകയാണ്. അല്ലാഹു അത് പതിവാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഓ ഉമ്മമാരെ, ഈ ക്ലാസ്സിന് വന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഓതുന്നവരുണ്ടാകും, അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. ഓതാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ആരംഭിക്കണം കേട്ടോ. സൂറത്തുൽ മുൽക്ക് ഓതാൻ ഇവിടെ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അതിപ്രാധാന്യമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. അതും പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
എല്ലാ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് നാളെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ദിക്ർ ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 أستغفر الله العظيم 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 فاعلم أنه لا إله إلا الله 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 إلا الله لا إله 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 إلا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل
صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله നമ്മുടെ സൂപ്പി ഹാജി ഡിസ്ചാർജായി വീട്ടിലെത്തിയെങ്കിലും തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഉറക്ക് കിട്ടുന്നില്ല. അല്ലാഹുവേ, നീ പരിപൂർണ ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ മമ്മൂക്ക, അല്ലാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ധാരാളം രോഗികൾ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മുടെ സുഹൃത്തിൻ്റെ ചെറിയ കുട്ടി നിർബന്ധമായും ചെയ്യേണ്ട ഓപ്പറേഷനാണ്. പക്ഷെ 2 പ്രാവശ്യമായി ചെയ്യാതെ മടക്കുന്നു. ഇൻഫെക്ഷൻ ആകുമ്പോൾ ചെയ്താൽ അപകടമാണ്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫയാക്കട്ടെ. നമുക്ക് എപ്പോഴും 6000 രൂപ തരുന്ന ആളാണ്. ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പൈസ അയാളെ കയ്യിലില്ല. അല്ലാഹു അയാൾക്ക് നല്ല പൈസ അയാളെ കയ്യിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ ഇന്നലെ എന്നോട് വിളിച്ചു പറഞ്ഞ്, AP ഉസ്താദിനെ എങ്ങനെയെങ്കിലും എൻ്റെ വിവരം ഒന്ന് അറിയിക്കോ, ഒരു 3313 രൂപ മർക്കസിലേക്ക് നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അയാൾ പൈസയൊന്നും ഇല്ല, എന്നാലും എങ്ങനെയെങ്കിലും കുഞ്ഞൻ്റെ രോഗം മാറാനാണ് ഞാൻ അത് വില്യാപ്പള്ളി മുഹമ്മദ് സഖാഫിയെ വിളിച്ച് പറഞ്ഞ ഉസ്താദിനെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരൻ്റെ, ആ കുട്ടിക്ക് പരിപൂർണ ശിഫ നൽകട്ടെ. അതുപോലെ അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാ വർഷവും 14 ദിവസത്തെ ചെലവ് നൽകുന്ന ഒരു സഹോദരനുണ്ട്. പാനൂര് ഉള്ള സഹോദരനാണ്. 14 ദിവസത്തെ ചെലവ് തന്നെ 84,000 രൂപ. അത് ഇങ്ങനെ എണ്ണി പറഞ്ഞതാണ്. ഉമ്മ, ഉപ്പ, ഉമ്മാൻ്റെ അടുത്തി, ഉമ്മാൻ്റെ അനിയത്തി, പിന്നെ ഉപ്പാപ്പ, അങ്ങനെ 14 മരിച്ചുപോയ 14 ആളുകളെ എണ്ണി പറഞ്ഞിട്ട് 2020 നമ്മൾ ഈ നോമ്പിന്റെ വാട്സപ്പിലുള്ള കളക്ഷൻ ഈ ഹുസൈൻക്ക ഞാൻ പുരക്കിയിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞതാണ് എന്നോട്. നിങ്ങൾക്ക് ഈ ദിക്റ് നമ്മൾ കുറേ ദിക്റ് ചൊല്ലിയിട്ട് വാട്സപ്പിൽ ദിക്റ് ചൊല്ലിയിട്ട് ആ ദിക്റിന്റെ എണ്ണം ഇങ്ങനെ അറിയിച്ച് ദ്വാരക്കുമ്പോൾ ആ ദിക്റ് ചൊല്ലാൻ പറയുന്നത് പോലെ ഒരു ദിവസത്തെ ചെലവിന്റെ പൈസ കൂടി തരാൻ പറഞ്ഞാൽ ആൾക്കാർ തരുന്നതാണ്. നോമ്പ് 15-നാണ് പറഞ്ഞത്. അന്ന് നോമ്പ് 15-നാണ് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് ആ വർഷവും 200ഓളം ആളുകൾ ഏറ്റെടുത്തു. 2021 ഏറ്റെടുത്തു. 22-ലും 23-ലും 24-ലും നമ്മൾ ആ കളക്ഷൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറേ ആളുകൾ ഏറ്റെടുത്തു. 300 ആള് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വർഷം അത് പൂർത്തിയാക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് പല കളക്ഷൻ നടത്തിയിട്ടാണ് നമ്മൾ കടം ഇല്ലാതെ പോകുന്നത്.
300 ആളെ അള്ളാഹു എത്തിച്ചു തരട്ടെ. ഇന്നലെ ഞാൻ കണക്കൂട്ടി വെക്കുമ്പോൾ അൽഹംദുലില്ലാ 173 ദിവസത്തെ ചെലവ് നമുക്ക് ആയി. ഇതടക്കം ഇയാള് പറഞ്ഞ 14 ദിവസത്തെ അടക്കം അള്ളാഹു 300 പൂർത്തിയാക്കാൻ 313 ആക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അയാൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുപോലെ ഇവിടെയുള്ള പലരും അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റ് പലരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പലരും നമ്മുടെ കല്ലാച്ചേരി മൊയ്തൂഖാന്റെ പേരിൽ 2 ദിവസത്തെ ചെലവ് ഏറ്റെടുത്തു. സമീർ അതിന്റെ പൈസ ഇവിടെ അയച്ച് തന്നിട്ടുണ്ട്. മെനഞ്ഞാന്ന് ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു തആല നമ്മുടെ ഈ നഗര് മൊയ്തൂഖാന്റെ പേരിലാണ്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചതെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ് ഇനി ചൊവ്വ ബുധൻ 2 ദിവസം കഴിഞ്ഞ് വ്യാഴാഴ്ച അതിന്റെ സമാപനമാണ്. വ്യാഴാഴ്ച ഹുസൈൻ തങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല, കാരണം തീരെ ആളില്ലാണ്ട് തങ്ങളെ വരുത്തിക്കുമ്പോൾ ഒരു വിഷമായി പോകില്ല. അതുകൊണ്ട് അന്ന് പരമാവധി ആളുകളെ നമുക്ക് സംഘടിപ്പിക്കണം. സമാപനത്തിന് ഉമ്മമാരും പരമാവധി ആളുകളെ സംഘടിപ്പിക്കണം. എന്നാൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ല ഒരു ദുആ മജ്ലിസോടുകൂടി സമാപിക്കാം. ബാങ്കിനോട് അടുത്തുപോയി, ഇന്ന് കുറച്ച് നീണ്ടുപോയി. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الله റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, ഇസ്തിഗ്ഫാർ, തഹ്ലീൽ നീ ഖബൂലാക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇത്രയും നേരം വൈകിട്ട് പോലും ഇവിടെ ക്ഷമയോടെ ചൂട് സഹിച്ചിരിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, ആരെയും നീ സദസ്സിൽ നിന്ന് വെറും കയ്യോടെ മടക്കല്ല അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ്, എത്രയോ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് ഞങ്ങൾ. നീ ശിഫ നൽകണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്നവർ തന്നെ പല ജാതി രോഗങ്ങൾ, ചെറിയ ചെറിയ രോഗങ്ങളും അതുപോലെ വിഷമമുള്ള രോഗങ്ങളും ഉള്ളവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. വീടുകളിലുള്ള രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലിലുള്ള രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ഞങ്ങൾക്കാർക്കും നീ നൽകല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചോനെ, പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ പകുതി കഴിയാൻ പോവുകയാണ്. ഞങ്ങൾക്ക് കൂടുതൽ ഓതാൻ കഴിഞ്ഞില്ല, ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിന്നിലേക്ക് ഖൽബ് തിരിച്ച് നന്നായി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ എല്ലാ അമലും നീ ഖബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. നമ്മൾ ഈ നഗറിൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കുന്ന മൊയ്തൂക്കയും അതുപോലെ ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോ ആളുകളുമുണ്ട്. അല്ലാഹുവേ, ഇവിടെ ദർസിലെ മുതഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി ഓരോ ദിവസത്തെ ചെലവ് ഏറ്റെടുത്ത് എത്തിച്ചു തരുന്നവർ, അവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയാണ് നീയത്താക്കിയിട്ടുള്ളത്. 14 ആളുകൾ മരണപ്പെട്ടു പോയ 14 ആളുകൾക്ക് വേണ്ടി സദഖ എത്തിച്ചു തന്ന സഹോദരന്റെ കുടുംബത്തിലെ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അതുപോലെ ഈ ക്ലാസ്സിന് വേണ്ടി വന്ന ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും ഖബറിനെ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം മരിക്കുന്ന നേരം കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.